السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، نحمده ونستعينه ونؤمن به ونتوكل عليه، ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا، من يهده الله فلا مضل له ومن يضلل فلا هادي له، وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد، فإن خير الكلام كلام الله، وخير الهدي هدي محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة، وكل ضلالة في النار. സ്നേഹധന്യരായ സഹോദരന്മാരെ, സഹോദരികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമനിർദ്ദേശങ്ങൾ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും കഴിവിൻ്റെ പരമാവധി സൂക്ഷിച്ച് ജീവിക്കണമെന്ന് ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹത്താൽ അള്ളാഹുവിന് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന അഥവാ പ്രവർത്തനങ്ങൾ ഇഷ്ടപ്പെടുന്ന ദിനരാത്രങ്ങളിൽ ദുൽഹജ്ജ് മാസത്തിലെ ആദ്യത്തെ 10 ദിവസങ്ങൾക്കിടയിൽ, പ്രത്യേകിച്ചും ഹജ്ജ് കർമ്മങ്ങൾക്കൊക്കെ തുടക്കം കുറിക്കപ്പെട്ട ഒരു ഘട്ടത്തിൽ അവൻ്റെ പള്ളിയിൽ ഇത്തരത്തിലൊരു ഇൽമിയായ മജ്ലിസിൽ ഒരുമിച്ച് കൂടുവാൻ അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകിയതിൽ അള്ളാഹുവിന് നമ്മൾ കൂടുതലായിക്കൊണ്ട് ശുക്ർ ചെയ്യുകയാണ് വേണ്ടത്. അള്ളാഹു ഇത് നമ്മിൽ നിന്നും ഒരു സ്വാലിഹായ അമലായി സ്വീകരിക്കുമാറാകട്ടെ. ഇസ്ലാമിക കർമ്മശാസ്ത്രം, അതുപോലെ തന്നെ മദ്ഹബുകളും എന്ന വിഷയത്തെ അധികരിച്ചുകൊണ്ടാണ് ഇന്ന് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത്. അറബി ഭാഷയിൽ ഫിഖ്ഹ് എന്നാണ് കർമ്മശാസ്ത്രം എന്നതിന് സാധാരണഗതിയിൽ ഉപയോഗിക്കാറുള്ള പദപ്രയോഗം. ഫിഖ്ഹ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, ഭാഷയിൽ ഉദ്ദേശിക്കുന്നത് അൽ ഫഹ്മു, കാര്യം മനസ്സിലാക്കുക, അറിയുക എന്നതൊക്കെയാണ്. അതുപോലെ തന്നെ അപഗാഹത നേടുക എന്നും ഫിഖ്ഹ് എന്ന പദത്തിന് അറബി ഭാഷയിൽ അർത്ഥമുണ്ട്. അതിൻ്റെ ഭാഗമായി കൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ നമുക്ക് പഠിപ്പിച്ചു തന്നത് മൻ യുരിദിനില്ലാഹു ബിഹി ഖൈറൻ യുഫക്കിഹുഹു ഫിദ്ദീൻ. മൻ യുരിദിനില്ലാഹു ബിഹി ഖൈറ, അല്ലാഹു സുബ്ഹാനഹു വ തആല ആർക്കെങ്കിലും ഖൈറു ചെയ്യാൻ ഉദ്ദേശിച്ചു കഴിഞ്ഞാൽ യുഫക്കിഹുഹു ഫിദ്ദീൻ, അവനെ മതത്തിൽ അവഗാഹതയുള്ള ആഴമുള്ള അറിവുള്ള പണ്ഡിതനാക്കി തീർക്കുമെന്നാണ്. അവിടെ ആഴമുള്ള അറിവ് നേടുക എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ആഴമുള്ള അറിവ് നേടുകയും, അറിവിൻ്റെ ലക്ഷ്യമെന്നുള്ളത് അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കുക എന്നതുകൊണ്ട് തന്നെ അവ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാനുള്ള തൗഫീഖ് നൽകുകയും ചെയ്യുക എന്നതാണ് യുഫക്കിഹു ഫിദ്ദീൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതല്ലാതെ കുറേ ഇൽമുണ്ടായി അമലൊന്നുമില്ലാതെ നടക്കുന്നത് അത് അള്ളാഹുവിൻ്റെ അടുക്കൽ നിന്നുള്ള ഖൈറല്ല എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. കാരണം
വിശുദ്ധ ഖുർആനിലെ 1-ാമത്തെ അധ്യായം സൂറത്തു ഫാത്തിഹ. സൂറത്തുൽ ഫാത്തിഹയിൽ അവസാനത്തെ ആയത്തുകൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മോടതിൽ അള്ളാഹുവിനോട് ആവശ്യപ്പെടാൻ പറഞ്ഞത് ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം സിറാത്തൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാല്ലീൻ ആമീൻ എന്നാണ്. അപ്പോൾ അവിടെ സിറാത്തൽ ലദീന അൻഅംത അലൈഹിം എന്ന് പറയുമ്പോൾ അതിനെ വിശദീകരിക്കുന്നിടത്ത് പണ്ഡിതന്മാർ പറയുന്നത് കാണാൻ സാധിക്കും. അല്ലദീന ജമഉ ബൈനൽ ഇൽമി വൽ അമൽ എന്നാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിച്ചവർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നവർ അറിവും പ്രവർത്തനവും ഒരുമിച്ച് മുന്നോട്ട് കൊണ്ടുപോകുന്നവരെന്നാണ്. അല്ലദീന ജമഉൽ ഇൽമ വൽ അമൽ എന്നാണ്. എന്നിട്ട് അക്കൂട്ടത്തിൽ ഒന്നാമതായി നിൽക്കുന്നത് ആരാ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നബിമാരാണ്. 2ാം റാങ്കിലുള്ളത് സിദ്ദീഖീങ്ങളാണ്, പിന്നീട് ശുഹദാക്കൾ, പിന്നീട് സ്വാലിഹീങ്ങൾ. സൂറത്തു നിസാഇൽ ആ കാര്യം അല്ലാഹു വളരെ വ്യക്തമായി പറഞ്ഞതാണ്. ഗൈറിൽ മഗ്ദൂബി അലൈഹിം എന്ന് പറഞ്ഞാൽ അവരുടെ കയ്യിൽ ഇൽമുണ്ട്, അറിവുണ്ട്, ഇൽമും പക്വതയും കാര്യങ്ങളും അറിവും ഒക്കെയുണ്ട്. പക്ഷേ ഒരിക്കലും തന്നെ ആ ഇൽമിനെ അവർ ജീവിതത്തിൻ്റെ ഭാഗമാക്കുന്നില്ല എന്നതാണ് അതുമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അങ്ങനത്തെ ഒരു ഘട്ടമാണുള്ളത് എങ്കിൽ അള്ളാഹുവിൻ്റെ കോപം അവർക്കുണ്ടാകുമെന്നുള്ള കാര്യം നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. അപ്പോൾ ഇൽമ് കുറേ നേടുക എന്നുള്ളതല്ല, നേടിയ ഇൽമ് പ്രാവർത്തികമാക്കിയിട്ടില്ല എങ്കിൽ അള്ളാഹുവിൻ്റെ കോപം ലഭിക്കുവാൻ അത് കാരണമാണ്. 3-ാമത്തെ വിഭാഗം വലദ്ദാല്ലീൻ എന്ന് പറയുമ്പോൾ അത് കുറേ അറിവില്ലാതെ അമലുകളുമായി കൊണ്ട് മുന്നോട്ട് പോകുന്ന ആളുകളാണ്. അറിവില്ലാതെ അമലുകളുമായി മുന്നോട്ട് പോകുക. താൻ നിസ്കരിക്കുമ്പോൾ ആ നിസ്കാരം പോലും അത് അങ്ങനെ തന്നെയാണോ നിസ്കരിക്കേണ്ടതെന്ന് അറിയില്ല. നോമ്പ് നോൽക്കുമ്പോൾ ആ നോമ്പ് എൻ്റെത് ശരിയായിട്ടുണ്ടോ എന്നറിയില്ല. ഇബാദത്തുകൾ, അതുപോലെ തന്നെ തൻ്റെ ക്രയവിക്രയ മേഖലകൾ, ഇതിനെക്കുറിച്ചൊന്നും അറിവില്ലാതെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ആളുകളുണ്ട്. അങ്ങനെ വരുമ്പോൾ താൻ ചെയ്യുന്നത് ശരിയാണോ തെറ്റാണോ, അതല്ലെങ്കിൽ തനിക്ക് താൻ സമ്പാദിക്കുന്നത് ഹലാലാണോ ഹറാമാണോ എന്ന ബോധമൊന്നുമില്ലാതെ കുറേ പ്രവർത്തനങ്ങൾ ചെയ്ത് അതൊക്കെ ശരിയാണ് എന്ന ധാരണയിൽ ജീവിച്ചു പോകുന്ന ആളുകളുമുണ്ട്. ഈ ആളുകളാണ് വഴിപിഴച്ചു പോയ ആളുകളെന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇത് വെറുതെ നിസ്കാരത്തിൽ അങ്ങനെ ഓതാൻ വേണ്ടി അള്ളാഹു നിർബന്ധാക്കിയതൊന്നുമല്ല. മറിച്ച് ആ നിർബന്ധമാക്കിയതിൻ്റെ പിന്നിൽ ആ രൂപത്തിൽ തന്നെ ജീവിക്കുക എന്നതും ലക്ഷ്യമാക്കിക്കൊണ്ട് തന്നെയാണ് അത് നിർബന്ധാക്കിയിട്ടുള്ളത്. എന്ന് പറഞ്ഞാൽ ഇൽമ് നേടുകയും അത് പ്രാവർത്തികമാക്കുകയും ചെയ്യുക എന്നതാണ്. ഇത് ഇങ്ങനെ സൂചിപ്പിക്കാനുള്ള കാരണം നമുക്കറിയാം, നേരത്തെ പറഞ്ഞ 1-ാമത്തെ ഹദീസ് തന്നെയാണ് മൻ യുരിദിനില്ലാഹു ബിഹി ഖൈറ യുഫഖിഹുഹു ഫിദ്ദീൻ എന്ന് പറയുമ്പോൾ മതത്തിൽ അവഗാഹത നേടുകയും ആ അവഗാഹതക്കനുസരിച്ച് ജീവിതത്തെ ക്രമീകരിക്കുവാൻ കഴിയുകയും ചെയ്യുക എന്നത് അള്ളാഹുവിൻ്റെ ഖൈറ് ലഭിക്കുന്ന, അതല്ലെങ്കിൽ അള്ളാഹു ഖൈർ ഉദ്ദേശിച്ച ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ലഭിക്കുന്ന വലിയ നേട്ടമാണ്. ഇനി കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ ഫിഖ്ഹ് എന്ന് പറയുമ്പോൾ എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നതാണ്. അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, പണ്ഡിതന്മാർ പറയുന്നത് കാണാൻ സാധിക്കും, അൽ ഇൽമു ബിൽ അഹ്കാമി ശർഇയ്യ അൽ ഇൽമിയ്യ അൽ മുസ്തംബത മിൻ അദില്ലതിഹ അത്തഫ്സീലിയ്യ. അഥവാ ഇത് മതപരമായ ഹുക്കുമുകളെക്കുറിച്ചുള്ള അറിവാണ്. ഹുക്കുമുകളെക്കുറിച്ചുള്ള അറിവ്, ആ ഹുക്കുമുകളെക്കുറിച്ചുള്ള തഫ്സീലായ നിലക്കുള്ള വിശദമായ രൂപത്തിലുള്ള അറിവായിരിക്കും. ആ ഹുക്കുമുകൾ അത് നിർദ്ധരിച്ചെടുക്കാറുള്ളത് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ദലീലുകളായി പഠിപ്പിച്ചിട്ടുള്ള, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ മതത്തിൻ്റെ പ്രമാണങ്ങളായി പഠിപ്പിച്ചിട്ടുള്ള വിശുദ്ധ ഖുർആനിൽ നിന്നും തിരുസുന്നത്തിൽ നിന്നുമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രമാണമായി പഠിപ്പിച്ചതാണ് ഏത്? ഖുർആനും സുന്നത്തും. അതാണ് തറക്തു ഫീക്കും അംറൈൻ ലൻ തദില്ലു മാ ഇൻ തമസ്സക്തും ബിഹിമ കിതാബല്ലാഹി വസുന്നതി, അതല്ലെങ്കിൽ വസുന്നത്തി റസൂലിഹി എന്ന് മറ്റു റിപ്പോർട്ടുകളിലൊക്കെ കാണാം. ഈ സമാന ആശയത്തിൽ വരുന്ന ധാരാളം ഹദീസുകളുണ്ട്. അഥവാ നിങ്ങളിലേക്ക് ഞാൻ 2 കാര്യങ്ങൾ വിട്ടേച്ചു പോകുന്നു. 1 വിശുദ്ധ ഖുർആനാണ്, 2 എൻ്റെ സുന്നത്താണ്, അതല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ സുന്നത്താണ്. മറ്റു റിപ്പോർട്ടിൽ കാണാം അള്ളു ബിൻ നവാജിസ്, നിങ്ങളതിനെ നിങ്ങളുടെ അണപ്പല്ല് കൊണ്ട് കടിച്ചു പിടിക്കുക എന്നാണ്. അതുപോലെ തന്നെ മറ്റു ചില റിപ്പോർട്ടുകൾ കാണാൻ സാധിക്കും, തറക്തുകുമുൽ മഹിജ്ജത്തിൽ ബൈദാ ലൈലുഹ കനഹരിഹ, ഞാൻ നിങ്ങളെ വിട്ടേച്ചു പോകുന്നത് ഒരു സുവ്യക്തമായ വഴിയിലാണ്. ആ വഴിയുടെ പ്രത്യേകത ലൈലുഹ, അതിൻ്റെ രാത്രി, കനഹാരിഹ, അതിൻ്റെ പകല് പോലെയാണെന്നാണ്. അത്ര കണ്ട് അഥവാ
തെറ്റിപ്പോകാനിടയില്ലാത്ത രൂപത്തിലുള്ള കാര്യങ്ങളുമായി കൊണ്ടാണ് നിങ്ങളെ ഞാൻ വിട്ടേച്ചു പോകുന്നത് എന്ന് പറയുമ്പോൾ വിശുദ്ധ ഖുർആനും തിരുസുന്നത്തും തന്നെയാണ് ഇസ്ലാമിൻ്റെ പ്രമാണങ്ങളെന്ന് പറയുന്നത്. പിന്നീട് അതിനുശേഷം വരുന്ന ധാരാളം പ്രമാണങ്ങളുണ്ട്. സ്വതന്ത്ര പ്രമാണങ്ങളെന്ന് പറയാൻ പറ്റിയത് ഈ രണ്ടെണ്ണം തന്നെയുള്ളൂ, ഖുർആനും സുന്നത്തും. പിന്നീട് ആ ഖുർആനിനും സുന്നത്തിനും എതിരല്ലാത്ത രൂപത്തിലുള്ള ഇജ്മാഉകൾ ഒരിക്കലും ഖുർആനും സുന്നത്തിനും എതിരാവൂല. എന്നാലും ചില ആളുകളെങ്കിലും അങ്ങനെ ഒരു വസ്വാസ് ഉണ്ടാക്കുന്നത് കൊണ്ട് തന്നെ ഇജ്മാഇ എന്ന് നമുക്ക് പറയാൻ പറ്റും. അത് കഴിഞ്ഞാൽ ഖിയാസ് എന്ന് പറഞ്ഞാൽ പ്രമാണവുമായി ബന്ധപ്പെട്ട് തന്നെ, അഥവാ ശുദ്ധ ഖുർആനിലോ തിരുസുന്നത്തിലോ അതിനെക്കുറിച്ച് സുവ്യക്തമായി വിഷയത്തിൽ അഭിപ്രായങ്ങൾ വന്നിട്ടുണ്ടാവുകയില്ല. എന്നാൽ സമാന വിഷയത്തെ നോക്കിക്കാണുമ്പോൾ അതിൽ സമാനതകളുള്ള ചില കാര്യങ്ങൾ കാണുകയും ആ കാര്യങ്ങൾ വെച്ചുകൊണ്ട് അളന്ന് അതിൻ്റെ ഭാഗമായി കൊണ്ട് ഹുക്മ് പറയുകയും ചെയ്യുന്ന രീതിക്കാണ് ഖിയാസി എന്ന് പറയാറുള്ളത്. ഇത് നാലുമാണ് മദ്ഹബുകളുടെ പണ്ഡിതന്മാർക്കിടയിൽ ഏകോപനമുള്ള ഫിഖിഹിൻ്റെ അതല്ലെങ്കിൽ പ്രമാണങ്ങളുടെ 4 പ്രധാന ഭാഗങ്ങളെന്ന് നമുക്ക് പറയാൻ പറ്റും. എന്നാൽ ഇതിൻ്റെ തന്നെ ഹൈറാർക്കിയിൽ അഥവാ ഓർഡറിൽ പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ ഭിന്നതകൾ നിലനിൽക്കുന്നുണ്ട്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഖുർആനും സുന്നത്തുമാണ് പ്രമാണങ്ങളുടെ കൂട്ടത്തിൽ 1, 2 പ്രമാണങ്ങളെന്ന് പറയുമ്പോൾ തന്നെ അതായത് ഹംബലി മദ്ഹബിൽ പറയാറുള്ളത് ഖുർആനും സുന്നത്തും 1-ാം പ്രമാണമാണെന്നാണ്. ഷാഫി മദ്ഹബാകട്ടെ, മാലിക്കി മദ്ഹബാകട്ടെ, ഹനഫി മദ്ഹബാകട്ടെ 1-ാം പ്രമാണം ഖുർആനാണ്, 2-ാം പ്രമാണം ഹദീത്ത് എന്ന് പറയുമ്പോൾ ഹംബലി മദ്ഹബിൽ 1-ാം പ്രമാണം നസ്സ് എന്നാണ് പറയാറുള്ളത്. നസ്സ് എന്ന് പറയുമ്പോൾ ആ നസ്സിൻ്റെ ഉള്ളിൽ ഖുർആനും ഹദീത്തും ഒരുമിച്ചാണ് വരാറുള്ളത്. അപ്പോൾ അവിടെ തന്നെ ചില മാറ്റങ്ങൾ വരും. രണ്ടാമത് ഇജ്മാ ഖിയാസി എന്നൊക്കെ പറയുന്നത് ഇജ്മാഇൻ്റെ മുമ്പ് മറ്റെന്തെങ്കിലും നോക്കേണ്ടതുണ്ടോ എന്നൊക്കെയുള്ള വിഷയത്തിൽ എന്തുണ്ടാവും, മദ്ഹബുകൾക്കിടയിൽ അഭിപ്രായ ഭിന്നതകൾ ഉണ്ടാവും. ആ അഭിപ്രായ ഭിന്നതകൾ ഉള്ളത് തന്നെയാണ് മസ്അലകളിൽ അഥവാ വിഷയങ്ങളിൽ വ്യത്യസ്തങ്ങളായ അഭിപ്രായങ്ങൾ ഫിഖ്ഹിൽ ഉണ്ടാകാനുള്ള കാരണമെന്നത് നമ്മൾ അടിസ്ഥാനപരമായി മനസ്സിലാക്കേണ്ടതുണ്ട്. അഥവാ ഇപ്പോൾ പ്രത്യേകിച്ച് ഇപ്പോൾ ഹംബലി മദ്ഹബിൻ്റെ ഒരു സ്വഭാവം പറയുകയാണെന്നുണ്ടെങ്കിൽ ഹംബലി മദ്ഹബിൽ ഇജ്തിഹാദിലേക്ക് പോകുന്നതിന് മുമ്പ് അഥവാ ഒരു പുതിയ വിഷയമുണ്ടാകുന്ന ഘട്ടത്തിൽ ഇജ്തിഹാദിലേക്ക് മതവിധി കണ്ടെത്തുവാൻ വേണ്ടി പണ്ഡിതന്മാർ പ്രമാണബദ്ധമായി ചർച്ചകളിലേക്ക് ഏർപ്പെടുന്നതിന് മുമ്പ് ആ വിഷയത്തിൽ ഏതെങ്കിലും സഹാബിയുടെ അടുത്ത് നിന്ന് വല്ല പ്രവർത്തനവും വന്നിട്ടുണ്ടോ ഈ വിഷയത്തിലെന്ന് പരതാറുണ്ട്. അങ്ങനെ ഒരു സഹാബിയുടെ അടുത്ത് നിന്ന് ആ വിഷയത്തിൽ വല്ല അഭിപ്രായങ്ങളും വന്നിട്ടുണ്ട് എങ്കിൽ സഹാബിയുടെ അഭിപ്രായമാണ് മദ്ഹബിലെ അഭിപ്രായമായി കൊണ്ട് സ്വീകരിക്കുക. അത് കഴിഞ്ഞിട്ട് പിന്നെ അവർ ഇജ്തിഹാദിന് വഴി നടത്താറുള്ളൂ, അല്ലെങ്കിൽ അവർ വഴി കാണാറുള്ളൂ. എന്നാൽ ഷാഫി മദ്ഹബിലാണ് എങ്കിൽ നമുക്ക് കാണാൻ സാധിക്കും അമലു സഹാബി അഥവാ ഒരു സഹാബിയുടെ പ്രവർത്തനം എന്നത് അത് ഒരു തെളിവായിക്കൊണ്ട് അവർ കാണുന്നുമില്ല. എന്നാൽ അമലു സഹാബ കുറേ സഹാബിമാർ എന്താക്കിയിട്ടുണ്ട്, ആ പ്രവർത്തനം ചെയ്തിട്ടുണ്ട് എങ്കിൽ അത് മതത്തിൽ തെളിവായിക്കൊണ്ട് അവർ കാണുകയും ചെയ്യും. അപ്പോൾ ഒരു വിഷയം വരുമ്പോൾ ഇപ്പോൾ ഹംബലി മദ്ഹബ് പ്രകാരം ഒരാൾ ഇജ്തിഹാദ് നടത്തുകയാണെന്നുണ്ടെങ്കിൽ ആ വിഷയത്തിൽ ഒരു സഹാബി ഒരു അഭിപ്രായം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹംബലി മദ്ഹബിൽ അത് തീരുമാനമായി. ഇനി ഒരു പുതിയ ഇജ്തിഹാദിലേക്കോ മറ്റൊരു ചർച്ചയിലേക്കോ അവർ പോകാൻ തയ്യാറാവില്ല. അതേസമയത്ത് ഷാഫി മദ്ഹബിലാണെങ്കിൽ അതൊരു പ്രമാണമായി കാണാതെ അതല്ലെങ്കിൽ അതൊരു തെളിവായി കൊണ്ട് കാണാതെ പണ്ഡിതന്മാർ ഇജ്തിഹാദിലേക്ക് പോവുകയും ചെയ്യും. അങ്ങനെ വരുമ്പോൾ തന്നെ എന്തായി, ആ വിഷയത്തിൽ ചിലപ്പോൾ രണ്ട് അഭിപ്രായമായിട്ടാണ് ഉത്തരം വരുമ്പോൾ പുറത്തു വരിക. ഈ ഒരു അവസ്ഥയാണ് ഫിഖ്ഹിലുള്ള അഭിപ്രായ ഭിന്നതകളുടെ അടിസ്ഥാനം എന്നുള്ളതിൻ്റെ ഒരു കാരണമെന്ന് നമ്മൾ എന്താക്കേണ്ടതുണ്ട്, മനസ്സിലാക്കേണ്ടതുണ്ട്. ഫിഖ്ഹ് യഥാർത്ഥത്തിൽ എന്താണ്? ഫിഖ്ഹ് എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇസ്ലാമിനെ ഏതു കാലഘട്ടത്തിലേക്കും ഏത് സമൂഹത്തിലേക്കും അതല്ലെങ്കിൽ ഏതു നാട്ടിലേക്കും അതിനെ തയ്യാറാക്കി കൊടുക്കുന്നത് അതിൻ്റെ ഫിഖ്ഹാണ്, അതിൻ്റെ കർമ്മശാസ്ത്രമാണ്. കാരണം കർമ്മശാസ്ത്രമാണ് ഇസ്ലാമിനെ എന്നും കൃത്യമായ അഥവാ ഏതൊരു പുതിയ വിഷയങ്ങൾ ഉണ്ടാകുന്ന സമയത്തും ആ വിഷയത്തിൽ ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാട് എന്ത് എന്ന് ചർച്ച ചെയ്യൽ കർമ്മശാസ്ത്ര പണ്ഡിതന്മാരും കർമ്മശാസ്ത്രവും തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് ഇസ്ലാമിനെ എന്നും ഹരിതാപമായി കൊണ്ട് അതിനെ നിലനിർത്തുന്നതും അതിൻ്റെ കർമ്മശാസ്ത്രമാണ് എന്നുള്ള കാര്യം നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്.
ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒന്ന് രണ്ട് പ്രധാന കാര്യങ്ങൾ, നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെടുന്ന പ്രധാന കാര്യങ്ങൾ എന്ന് പറയുമ്പോൾ, ഒന്ന്, നമ്മുടെ നാട്ടിൽ ഈ വിഷയത്തിലുള്ള കുറച്ച് സമസ്യകളുണ്ട്. അഥവാ അത് അങ്ങനെ പറ്റുമോ പറ്റൂലേ, അത് ശരിയല്ല എന്നൊക്കെയുള്ള രൂപത്തിലുള്ള കുറേ കാര്യങ്ങളുണ്ട്. അതിൽപ്പെട്ടതാണ് ഒന്ന്, നമ്മുടെ നാട്ടിൽ പറഞ്ഞ് പരത്തി വെച്ചിട്ടുള്ളൊരു സംഭവമാണ് ഇജ്തിഹാദിൻ്റെ വാതിൽ എന്തായിട്ടുണ്ട്, കൊട്ടി അടക്കപ്പെട്ടിട്ടുണ്ട്, ഇനി ഇജ്തിഹാദിൻ്റെ വാതിൽ തുറക്കുകയില്ല. ഇത് സാധാരണഗതിയിൽ നമ്മുടെ നാട്ടിലെ സമസ്തക്കാരായ ആളുകളൊക്കെ പറയാറുള്ളൊരു വാക്കാണ്. മറ്റൊരു ഭാഗം പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇജ്തിഹാദ് എന്ന് പറഞ്ഞാൽ എല്ലാ കാലഘട്ടത്തിലും ആർക്കും ചെയ്യാൻ പറ്റുന്നതാണ് എന്ന് പറഞ്ഞുകൊണ്ട് വേറെ ചില ആളുകൾ പലപ്പോഴും ഇജ്തിഹാദ് എന്ന് പറഞ്ഞ് വന്ന് പ്രമാണങ്ങൾക്കെതിരിൽ സംസാരിക്കുന്നതും കാണാൻ സാധിക്കും. യഥാർത്ഥത്തിൽ മതം വസതീയത്താണ് എന്ന് പറഞ്ഞതുപോലെ തന്നെ ഈ വിഷയത്തിലും ഈ രണ്ട് നിലപാടും ശരിയല്ല. ഇജ്തിഹാദിൻ്റെ വാതിൽ പാടെ കൊട്ടിയടക്കപ്പെട്ടു എന്ന് പറയുന്നതും ശരിയല്ല, ഇജ്തിഹാദ് ആർക്കും ചെയ്യാമെന്ന് പറയുന്നതും ശരിയല്ല. രണ്ടിൻ്റെ ഇടയിലാണ് കാര്യമുള്ളത്. ഇജ്തിഹാദുകൾ ചെയ്യുവാനുള്ള ആളുകൾക്ക് വേണ്ട യോഗ്യതകളും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും ഒരാൾക്ക് ഒത്തുചേർന്ന് കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ഇജ്തിഹാദ് ചെയ്യാം. എന്നാൽ ആ യോഗ്യത എന്ന് പറയുന്നത് വലിയ യോഗ്യതയാണ്. നമുക്കാർക്കും അത് പെട്ടെന്നൊന്നും എന്താ കഴിയില്ല, അത് നേടിയെടുക്കുക എന്നുള്ളത് കഴിയില്ല, വലിയ പ്രയാസമുള്ള കാര്യമാണ്. വിശുദ്ധ ഖുർആൻ അയാൾക്ക് മനപ്പാഠം ഉണ്ടാകണം, ഹദീസിൽ നിന്ന് കൃത്യമായ ബോധം അയാൾക്കുണ്ടാകണം, ഖുർആനിലെയും ഹദീസിലെയും നാസിഖുകളെയും മൻസൂഖുകളെയും കുറിച്ചുള്ള അറിവുകൾ ഉണ്ടാകണം. അതുപോലെ തന്നെ വിശുദ്ധ ഖുർആനും തിരുസുന്നത്തിലും അസ്ബാബുൻ നുസൂലുകൾ, ആ ആയത്തുകൾ ഇറങ്ങാനുണ്ടായിരുന്ന കാര്യം എന്താണ്, അല്ലെങ്കിൽ ആ ഹദീസ് നബി പറയാനുണ്ടായിരുന്ന കാര്യം എന്താണ് എന്നുള്ള കാര്യങ്ങൾ അറിയണം. ഫിഖ് അറിയണം, ഉസൂലുൽ ഫിഖ്, വ്യത്യസ്ത മദ്ഹബുകളുടെ ഉസൂൽ ഫിഖിൻ്റെ അടിസ്ഥാന തത്വങ്ങൾ അറിയണം, ഖവായിദുൽ ഫിഖുകൾ അറിയണം. അഥവാ ഫിഖിൽ കാര്യങ്ങൾ ഇസ്തിംബാത്ത് ചെയ്ത് സ്ഥാപിക്കുന്ന കുറേ അടിസ്ഥാനപരമായിട്ടുള്ള കായിദകളുണ്ട്. കായിദകൾ എന്ന് പറഞ്ഞാൽ അടിസ്ഥാന തത്വങ്ങളുണ്ട്. ഈ അടിസ്ഥാന തത്വങ്ങളെക്കുറിച്ചുള്ള ബോധമുണ്ടാകണം. ഇതിനൊക്കെ പുറമെ മഖാസിദു ശരിയ എന്ന് പറഞ്ഞിട്ട് ശരീഅത്തിൻ്റെ അഥവാ മത നിയമ നിർമ്മാണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള അതിൻ്റെ ലക്ഷ്യങ്ങളും ഉദ്ദേശങ്ങളും അറിയണം. പിന്നെ അതുപോലെ തന്നെ മസാലിഹുകൾ, മഫാസിലുകൾ, പൊതു നന്മകളും അതുകൊണ്ടുണ്ടാകാൻ പോകുന്ന ദുരന്തങ്ങളും എന്തൊക്കെ എന്നുള്ളത് അറിയണം. പിന്നെ അതിന് പുറമെ ഭാഷാപരമായി കൊണ്ട് നഹ്വ്, സർഫ്, ബലാഗ പോലെയുള്ള കാര്യങ്ങളെക്കുറിച്ചുള്ള കൃത്യമായ ധാരണയുണ്ടാകണം. മുൻഗാമികളായ പണ്ഡിതന്മാർ നൽകിയിട്ടുള്ള ഫത്വകളെക്കുറിച്ചുള്ള ധാരണ ഉണ്ടാകണം. അതുപോലെ തന്നെ ഇസ്ലാമിക ലോകത്ത് ഉണ്ടായിട്ടുള്ള ഇജ്മാഅുകളെക്കുറിച്ചുള്ള ധാരണകൾ ഉണ്ടാകണം. അങ്ങനെ തുടങ്ങി ധാരാളം കാര്യങ്ങൾ കൃത്യമായി ബോധ്യമുള്ള ഒരാൾക്ക് മുജ്തഹിദാകാൻ പറ്റുള്ളൂ. സ്വഹീൽ ബുഖാരി പോലും മുഴുവനായിട്ടൊന്ന് മറിച്ച് നോക്കാൻ പോലും ഉള്ള തൗഫീഖ് കിട്ടാത്തവനൊക്കെയാണ് ഇപ്പോൾ ഇജ്തിഹാദ് ചെയ്ത് നടക്കലുള്ളത് പലപ്പോഴും. പോരാ. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സമസ്തക്കാർ പറഞ്ഞതുപോലെ പറ്റത് അടച്ചിട്ട വാതിലല്ല, എന്നാൽ മറ്റുള്ള ചില ആളുകൾ പറയുന്നത് പോലെ ഇതൊന്നായിട്ട് തുറന്നിട്ട വാതിലല്ല. അതിൻ്റെ ഇടക്കാണ് കാര്യമുള്ളത്. ഇവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് എങ്ങനെയാണ് ഈ 4 മദ്ഹബുകളിലേക്ക്. ഇപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ നമ്മൾ സാധാരണ കേൾക്കുന്ന മദ്ഹബുകൾ, ഒന്ന് അബു ഹനീഫ റഹിമഹുല്ലയിലേക്ക് ചേർത്തിക്കൊണ്ട് ഹനഫി മദ്ഹബാണ്. രണ്ടാമത്തത് ഇമാം മാലിക്കിലേക്ക് ചേർത്തിക്കൊണ്ട് മാലിക്കി മദ്ഹബും. മൂന്നാമത്തത് ഇമാം ഷാഫിഈ റഹിമഹുല്ലയിലേക്ക് ചേർത്തിക്കൊണ്ട് ഷാഫിഈ മദ്ഹബും. നാലാമത്തത് ഇമാം അബു ഹനീഫത്തുൽ കൂഫി ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹിമഹുല്ലയിലേക്ക് ചേർത്തിക്കൊണ്ട് ഹംബലി മദ്ഹബുമാണ്. ഈ 4 മദ്ഹബുകൾ മാത്രമായിരുന്നു അഹ്ലുസുന്നയുടെ മദ്ഹബുകളായിക്കൊണ്ടുണ്ടായിരുന്നത്? ഒരിക്കലുമല്ല. ഇപ്പോൾ സുഫിയാൻ സൗരി റഹിമഹുല്ലയുടെ മദ്ഹബ് ഉണ്ടായിരുന്നു, ലൈസ് ബിൻ സഅദ് റഹിമഹുല്ലയുടെ മദ്ഹബ് ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ ഇബ്നു ഹസ്മുൽ ലാഹിരി റഹിമഹുല്ലയുടെ മദ്ഹബ് ഉണ്ടായിരുന്നു. അഹ്ലുസുന്നയുടെ മദ്ഹബുകളായിക്കൊണ്ട് 10-16ഓളം മദ്ഹബുകളെ നമുക്ക് കർമ്മശാസ്ത്രത്തിൻ്റെ ചരിത്രം പഠിക്കാൻ നിൽക്കണമെങ്കിൽ കാണാൻ കഴിയും. എന്നാൽ ഈ 4 മദ്ഹബുകൾ എന്തുകൊണ്ടാണ് സമൂഹത്തിൽ അറിയപ്പെട്ടത്, അല്ലെങ്കിൽ ഈ 4 മദ്ഹബുകൾക്ക് എന്തുകൊണ്ടാണ് കൂടുതൽ വേരോട്ടം ഉണ്ടായതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ കിതാബ് ത്വഹാറ, ഫിഖിലെ 1-ാമത്തെ അധ്യായം എന്ന് പറയുന്ന അധ്യായം ഏത് ഫിഖ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിലുണ്ടാകുക കിതാബ് ത്വഹാറയാണ്. കിതാബ് ത്വഹാറ അഥവാ ശുദ്ധീകരണത്തിൻ്റെ അധ്യായവുമായി ബന്ധപ്പെട്ടതിൽ തുടങ്ങി ഫിഖിൻ്റെ അവസാന ഭാഗങ്ങൾ എന്ന് പറയുന്നത് അൽ ജിനായാത്ത് വൽ ഹുദൂദ് അഥവാ കുറ്റങ്ങളും ശിക്ഷാ നടപടികളും എന്ന് പറയുന്ന ഭാഗം, ഇതുവരെയുള്ള ധാരാളം മസ്അലകളുണ്ട്. ഈ മസ്അലകൾ മൊത്തം ഒരുമിച്ച് കൂട്ടപ്പെട്ടിട്ടുള്ളത്, ഈ മസ്അലകൾ മൊത്തം ഒരുമിച്ച് കൂട്ടപ്പെട്ടിട്ടുള്ള ഗ്രന്ഥങ്ങളെന്ന് പറഞ്ഞാൽ പ്രധാനമായും ഈ 4 മദ്ഹബുകളിലാണുള്ളത്. ഫിഖിൻ്റെ ഇടയിലുള്ള അഥവാ കർമ്മശാസ്ത്രത്തിൽ ചർച്ചയുള്ള വിഷയങ്ങൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഈ വിഷയങ്ങളെല്ലാം ജംഅ് ചെയ്തിട്ടുള്ളത് ഈ 4 മദ്ഹബുകളാണ്.
എന്നാൽ ചില മദ്ഹബുകളിൽ ചില ഭാഗങ്ങൾ എന്തിട്ടുണ്ടാവില്ല, അതിലവർക്ക് പ്രത്യേകിച്ച് ചർച്ച ഉണ്ടാവില്ല. മറ്റു ചില മദ്ഹബുകളിൽ ഒരു ഭാഗം മാത്രമേ ചർച്ച ചെയ്തിട്ടുണ്ടാവും, വേറെ ഉണ്ടാവില്ല. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം പെട്ടെന്ന് മനസ്സിലാക്കാൻ, ഇപ്പോൾ ഒരു സൂപ്പർ മാർക്കറ്റ് ഒരു നാട്ടിലുണ്ട്, അവിടെ ചെന്ന് കഴിഞ്ഞാൽ എല്ലാ സാധനവും കിട്ടാനുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ നമ്മളെന്താവില്ല 10 പെട്ടിപ്പീരി കയറിക്കാണ്ടെല്ലാം അവിടെ പോയി ഒന്ന് വാങ്ങും, ഇവിടുന്ന് വേറെ ഒന്ന് വാങ്ങും, മറ്റടുത്ത് നിന്ന് വാങ്ങുന്നതാണ് നിൽക്കില്ല. നേരെ മറ്റടുത്ത് പോയിട്ട് എന്താക്കും, വേണ്ട സാധനങ്ങളൊക്കെ ട്രോളിക്ക് അങ്ങനെ എടുത്തിട്ടിട്ട് അവസാനം ബില്ലാക്കി പോരാ ചെയ്യുക. എന്നതുപോലെ ഏതെങ്കിലും ഒരു വിഷയത്തിലേക്ക് മാത്രമായിക്കൊണ്ട് ഒരു മദ്ഹബ് സ്വീകരിക്കുന്നതിന് പകരം എല്ലാ വിഷയം കൂടി ചർച്ച ചെയ്തിട്ടുള്ള ആൾക്കാരുണ്ടാകുമ്പോൾ അതിലേതെങ്കിലും ഒന്നുക്ക് കൂടാ എന്നുള്ള നിലക്ക് ആളുകൾ സ്വീകരിച്ചു പോകുന്ന ഒരു രീതിയായിരുന്നു ഈ 4 ഒരു മദ്ഹബിലേക്ക് ചേരുക എന്നുള്ളത്. ഇതാണ് നമ്മളാ വിഷയത്തിൽ എളുപ്പം, നാടന്മാർക്ക് മനസ്സിലാക്കാൻ പറ്റിയത് ഏറ്റവും എളുപ്പമുള്ളതാണ്. രണ്ടാമത്തെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഹനഫി മദ്ഹബിനാണ് ലോകത്ത് ഏറ്റവും കൂടുതൽ ആളുകളുള്ളത്. അങ്ങനെ നോക്കുകയാണെങ്കിൽ അതിനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഇസ്ലാമിൻ്റെ സുവർണ കാലഘട്ടം എന്നൊക്കെ പറയുന്ന അബ്ബാസിയ ഭരണകൂടത്തിൻ്റെ കാലഘട്ടത്തിലെ അന്നത്തെ കോടതികളിൽ, ഇസ്ലാമിക കോടതികൾ അന്ന് കാര്യമായിക്കൊണ്ട് വിധി പറയുവാൻ വേണ്ടി സ്വീകരിച്ചിരുന്നത് ഹനഫി മദ്ഹബിലെ ഉസൂലുകളായിരുന്നു. കാരണം മുഹമ്മദ് ഷൈബാനി റഹിമഹുല്ലയെ പോലെയുള്ള ആളുകളായിരുന്നു അന്ന്, ഖാദി അബു യൂസുഫിനെ പോലെയുള്ള ആളുകളൊക്കെ ആയിരുന്നു അന്ന് ഹാക്കിമുകളായിക്കൊണ്ടുണ്ടായിരുന്നത് എന്നതുകൊണ്ട് തന്നെ, ഇമാം അബു ഹനീഫയുടെ മദ്ഹബിലെ പ്രധാനപ്പെട്ട ഇമാമുമാരാണ് അവരെ എന്നതുകൊണ്ട് തന്നെ മദ്ഹബിലെ ഹുക്മ് ആയിക്കൊണ്ടുള്ള കാര്യങ്ങളായിരുന്നു കോടതി വിധികളിലൊക്കെ വന്നത് എന്നതുകൊണ്ട് നാട്ടിലെ പ്രധാനപ്പെട്ട മദ്ഹബായിക്കൊണ്ട് പ്രത്യേകിച്ചും ഹനഫി മദ്ഹബ് മാറുന്ന സാഹചര്യമാണ് ഉണ്ടായത് എന്നത് നമുക്ക് ആ നിലക്ക് കാണാൻ സാധിക്കും. ഇതാണ് മൊത്തത്തിൽ ഫിഖിനെ കുറിച്ച് പറയുമ്പോൾ, അല്ലെങ്കിൽ ഫിഖിൻ്റെ അവസ്ഥകളെക്കുറിച്ച് പറയുമ്പോൾ ഇന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യങ്ങൾ. ഇനി ഇതുപോലെ തന്നെ നമ്മൾ ഫിഖുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം, ഈ ഫുഖഹാക്കളുടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ചിലപ്പോൾ ഒരു 100 കൊല്ലത്തിൻ്റെ ഇടക്ക് ഒരിക്കൽ മാത്രം, അതും വളരെ റെയറായിക്കൊണ്ട് ഉണ്ടാകാവുന്ന സംഭവങ്ങൾ പോലും ഒരു ചർച്ച ചെയ്യും. ചിലപ്പോൾ 100 അല്ലേ, 1000 കൊല്ലത്തിൻ്റെ ഇടയ്ക്ക് ഒരിക്കൽ പോലെ ആ സംഭവം ഉണ്ടായിട്ടുണ്ടാവില്ല, എന്നാലും അവരെന്താക്കും, അത് ചർച്ച ചെയ്യും. അങ്ങനെ ചർച്ച ചെയ്യുന്ന വിഷയങ്ങളുണ്ടാവും. ഉദാഹരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം ജുമുഅയുടെ വിഷയത്തിൽ ഞാൻ ഒരു ഉദാഹരണം പറയണം. ഇപ്പം ജുമുഅയുടെ അവസാന സമയത്താണ് ഒരാൾക്ക് ഒരു നാട്ടിൽ ജുമുഅ സംഘടിപ്പിക്കാൻ അവർക്ക് അവസരം കിട്ടിയതെന്ന് വിചാരിക്കുക. ജുമുഅയുടെ അവസാന സമയം എന്ന് പറഞ്ഞാൽ അതാണ് അസറിൻ്റെ ആദ്യ സമയമാണ്. അസറിൻ്റെ ആദ്യ സമയം എന്ന് പറഞ്ഞാൽ ഒരു വസ്തുവിൻ്റെ നിഴൽ അതിനോളം ആയത് മുതൽ ആണ് അസറിൻ്റെ ആദ്യ സമയം തുടങ്ങുന്നത്. അപ്പോൾ അസറിൻ്റെ ആദ്യ സമയത്തിൻ്റെ തൊട്ട് മുമ്പാണ് ഒരു നാട്ടിൽ ജുമുഅ നടക്കുന്നത് എങ്കിൽ ഖുതുബ പറഞ്ഞ് നിസ്കാരത്തിലെ 1-ാമത്തെ റക്അത്ത് സമ്പൂർണമായും ലഭിക്കുകയില്ല എന്നുറപ്പുണ്ട് എങ്കിൽ അവർ നിസ്കരിക്കേണ്ടത് ജുമുഅയാണോ അതല്ല ളുഹറാണോ എന്നാണ്. ജുമുഅൻ്റെ സമയം എപ്പോൾ തുടങ്ങും? ഏറ്റവും സ്വഹീഹായ നിലപാട് പ്രകാരം ജുമുഅൻ്റെ സമയം എന്നുള്ളത് തുടങ്ങുന്നത് സൂര്യോദയം കഴിഞ്ഞ് ഒരു 16 മിനിറ്റ് കഴിഞ്ഞാൽ മുതൽ നമുക്ക് ജുമുഅ നിസ്കാരം തുടങ്ങാം, അതിന് വിലക്കില്ല. അഥവാ ഇഷ്റാഖിൻ്റെ സമയത്താണ് ജുമുഅയുടെ സമയം തുടങ്ങുന്നത്. ഷാഫി മദ്ഹബിൽ ജുമുഅയുടെ സമയം തുടങ്ങുക എന്ന് പറയുന്നത് ളുഹറിൻ്റെ സമയമാണ്. കാരണം ളുഹറിൻ്റെ ബദലായിക്കൊണ്ടാണ് അവർ ജുമുഅയെ കാണുന്നത്. ളുഹറിൻ്റെ ബദലല്ല ജുമുഅ എന്നുള്ളത് ഒരു മുസ്തഖിൽ, അത് സ്വതന്ത്രമായിട്ടുള്ളൊരു ഇബാദത്ത് തന്നെയാണ്. അത് കൊണ്ട് തന്നെ അതിൻ്റെ സമയത്തിലും മാറ്റമുണ്ട്. അപ്പോൾ ഈ സമയത്ത് തുടങ്ങുന്ന എല്ലാവരും കൂടി നിസ്കരിക്കേണ്ട നിസ്കാരം അത് ആ അസറിൻ്റെ വക്കത്ത് വരെ എത്താന്ന് പറയേണ്ടത് ഒരിക്കലും എന്തല്ല, നടക്കാൻ പോണ കാര്യമല്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു നാട്ടിലെ ആൾക്കാർ ഒന്നായിട്ട് കൊണ്ടുപോയിക്കാണ്ട് അസറിൻ്റെ ഇതൊരു വ്യക്തിയിൽ നിന്ന്, ഒരു വ്യക്തിക്ക് ഒറ്റയ്ക്ക് ജുമുഅ നിസ്കരിക്കാൻ പറ്റില്ലല്ലോ. ഒരു വ്യക്തിയിൽ നിന്ന് വേണമെങ്കിൽ ഇപ്പോൾ ളുഹർ അസറിൻ്റെ അവസാനത്ത് നിസ്കരിക്കുമ്പോൾ എന്നുള്ള ചർച്ച സ്വാഭാവികതയിൽ ഉണ്ടായേക്കാം. പക്ഷേ ജുമുഅ അതിൻ്റെ അവസാന സമയത്ത് നിസ്കരിക്കുമ്പോൾ ആണ് എങ്കിൽ അവൻ എന്തു നിസ്കരിക്കണം, അവൻ എങ്ങനെ നിസ്കരിക്കണം എന്നുള്ള ചർച്ച എന്ന് പറയേണ്ടത് സ്വാഭാവികമായിട്ടും ചിലപ്പോൾ അത് അങ്ങനത്തെ ഒരു സംഭവം തന്നെ ഉണ്ടാകാൻ തന്നെ സാധ്യതയില്ല. എങ്കിൽ പോലും ഫുഖഹാക്കൾ അത് ചെയ്തു വെക്കും. അത് ഈ മതത്തിൻ്റെ സമ്പൂർണതയുടെ ഭാഗമാണ്. ഒരിക്കലും തന്നെ നടക്കാത്ത കാര്യം ചർച്ച ചെയ്യുന്നവർ എന്ന് പറഞ്ഞുകൊണ്ട് അതിൻ്റെ പേരിൽ അവരെ ആക്ഷേപിക്കാൻ നമുക്ക് വകുപ്പില്ല. അതുകൊണ്ടാണ് പണ്ഡിതന്മാർ അവരെക്കുറിച്ച് റഹിമഹുമുല്ലാ, അള്ളാഹു അവർക്ക് റഹ്മത്ത് ചെയ്യട്ടെ എന്ന് എന്താക്കിയത്, പ്രത്യേകമായിക്കൊണ്ട് പ്രാർത്ഥിച്ചത്.
ഇങ്ങനെ ഓരോ കാര്യങ്ങളുണ്ടാവും. ഇനി അതുപോലെ തന്നെ ചിലപ്പോഴെങ്കിലും ഇപ്പോൾ നമ്മളൊക്കെ നിസ്കരിക്കുന്ന ആളുകളാണല്ലോ, ഇപ്പോൾ നമ്മുടെ നിസ്കാരം നമ്മളൊന്ന് ശ്രദ്ധിച്ച് നോക്കുക. ഇപ്പോൾ ഫുഖഹാക്കളെ ചർച്ചയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ പറയാം സൊല്ലു കമാർ റഅയ്തുമൂനി ഉസല്ലി, നബി നിസ്കരിച്ചതുപോലെയാണ് നിസ്കരിക്കേണ്ടത് എന്നുള്ള ഹദീസിൽ കൃത്യമാണ്. എന്നാൽ ആ ഹദീസ് പഠിച്ചപ്പോൾ തന്നെ ഫുഖഹാക്കൾ അതിൽ നിന്ന് ചർച്ച ചെയ്തിട്ട് നിസ്കാരത്തിന് ഷർത്തുണ്ട്, നിസ്കാരത്തിന് ഫർളുണ്ട്, നിസ്കാരത്തിന് സുന്നത്തുകളുണ്ട്, നിസ്കാരത്തിന് അതുപോലെ തന്നെ വാജിബാത്തുകളുണ്ട് എന്നൊക്കെ എന്താക്കി അവർ ചർച്ച ചെയ്തു. ആ ചർച്ചകൾ എന്തിനാണ് ചർച്ച? എന്തിനപ്പം അതിൻ്റെ ഒക്കെ ആവശ്യം? അത് അല്ലാഹു അക്ബർ എന്നാണ് ചൊല്ലി തക്ബീറത്തുകളാണ് കെട്ടി, അത് കഴിഞ്ഞിട്ട് പിന്നെ നേരെ ഇസ്തിഫ്താഹിൻ്റെ ദുആയും കഴിഞ്ഞ് ഫാത്തിഹയും കഴിഞ്ഞ് സൂറത്തും ഓതി റുക്കൂക്കാണ് പോയി, റുക്കൂന്നാണ് പൊന്തി പോന്ന്, പിന്നെ എന്താക്കി എഴുത്തിയതല്ല എന്ന് പിന്നെ സുജൂദ് പോയി, അവിടുന്ന് പൊന്തി ഇരുന്ന് പിന്നെയും സുജൂദ് പോയി, പിന്നെ ഇരുന്ന് അങ്ങനെ കഴിഞ്ഞാൽ പോരെ, എന്തിനാ ഇപ്പം ഇതൊക്കെ പഠിക്കേണ്ട ആവശ്യം എന്ന് പലപ്പോഴും ചിന്തിക്കുന്നുണ്ടാവും. ഇപ്പം ഞാനൊരു മസ്അല പറയാം. മസ്അല എന്ന് പറയുമ്പോൾ ആലോചിച്ച് നോക്കുക. ഇപ്പോൾ പല ഇമാമുമാരടക്കം അഥവാ ഈ ഫിഖ് പഠിക്കാതെ നിസ്കരിച്ചുകൊണ്ടാണ് കുറേ ദുരന്തങ്ങളുണ്ട്. ഇപ്പോൾ പല ഇമാമുമാരും ഇപ്പോൾ അല്ലാഹു അക്ബർ, ഇപ്പോൾ പ്രത്യേകിച്ചും റുക്കൂ എന്താണ് പറയുക, ഖിയാമിൽ നിന്ന് റുക്കോയിലേക്ക് പോകുമ്പോൾ, റുക്കോയിൽ നിന്ന് എഴുത്തിദാലിലേക്ക് വരുമ്പോൾ, എഴുത്തിദാലിൽ നിന്ന് പിന്നെ സുജൂദിലേക്ക് പോകുമ്പോൾ, ഒരു റുക്കിനിൽ നിന്ന് മറ്റൊരു റുക്കിനിലേക്ക് പോകുമ്പോഴുള്ള സംഭവങ്ങൾ അല്ലാഹു അക്ബർ എന്ന് ആദ്യം പറയും, എന്നിട്ട് റുക്കൂക്ക് പോകും. അല്ലെങ്കിൽ നേരെ റുക്കൂക്ക് പോയിട്ട് റുക്കൂയിൽ നിന്നിട്ട് അല്ലാഹു അക്ബർ എന്ന് പറയും. ആ നിസ്കാരം ബാത്തിലാണ്, ഒരിക്കലും നിസ്കാരം സ്വഹിയല്ല. ആ നിസ്കാരം ബാത്തിലാണ്. ഇനി നമ്മൾ നിസ്കരിക്കുമ്പോൾ ആലോചിച്ചാൽ നമ്മൾ അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞതിൻ്റെ ശേഷമാണോ റുക്കൂക്ക് പോയത്? അല്ല റുക്കോയിൽ നിന്ന് നേരെ വന്നു കഴിഞ്ഞ് നിന്നതിൻ്റെ ശേഷമാണോ സമി അല്ലാഹു ലിമൻ ഹമീദ എന്ന് പറയല്? സുജൂദിൽ കിടന്നക്കാണ്ടാണോ അല്ലാഹു അക്ബർ എന്ന് പറയുന്നത്? നമ്മൾ അത് അങ്ങനെ തന്നെ പഠിക്കേണ്ട വിഷയമാണ്. എന്തതിനുള്ള കാരണം? എന്താണ് അതിനുള്ള കാരണം എന്നാണ്. അവിടെയാണ് ഈ പറഞ്ഞ വാജിബാത്തിൻ്റെയും ഈ പറഞ്ഞ സുനനുകളുടെയൊക്കെ ചർച്ച വരിക. നിസ്കാരത്തിലുള്ളതാണെങ്കിൽ പോലും നിസ്കാരത്തിലുള്ള ഒരു റുക്കിന് നമ്മുടെ വക കൂട്ടിയാൽ എന്താ ഉണ്ടാകുക? ഒരാൾ ഫാത്തിഹ 2 വട്ടം ഓതി ഒരു റക്അത്തിൽ, നിസ്കാരം ബാത്തിലാണ്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നിട്ടില്ല. ഇനി ഒരാൾക്ക് ഫാത്തിഹ മാത്രമേ അറിയുള്ളൂ, അയാളെ സംബന്ധിച്ചിടത്തോളം മൗനിയായി നിൽക്കുന്നതിന് പകരം എന്താക്കി അയാൾ വീണ്ടും ഒരു സൂറത്ത് ഓതുക എന്നുള്ള ആൾക്ക് ഫാത്തിഹ ഓതി. അതല്ല ഇവിടുത്തെ ചർച്ച. അത് വേറെ തന്നെ മസ്അലയാണ്. സൂറത്ത് ഓതേണ്ട സമയത്ത് അയാൾ എന്തെന്നെ ആക്കേണ്ടത്? ഫാത്തിഹ ഓതിക്കൊണ്ടിരിക്കണം. ഒരു റുക്കിനെ അയാൾ വീണ്ടും ആവർത്തിച്ച് ഓതുന്നു. ഇനി അതിനെക്കാട്ടി എളുപ്പമുള്ളൊരു മസ്അല പറയാം. റുക്കൂഇൽ പോയിട്ട് ഒരാൾ ഫാത്തിഹ ഓതണം. റുക്കൂയിൽ അല്ലാഹു അക്ബർ റുക്കൂയിൽ പോയിട്ട് അയാൾ പറയുന്നു അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം മാലികി യൗമിദ്ദീൻ എന്ന് പറഞ്ഞാൽ ഫാത്തിഹ ഓതണം. നിസ്കാരം ശരിയാവുമോ? എന്താ ശരിയാകാത്തത്? അതിനുള്ള കാരണം എന്താ? റുക്കൂയിൽ ചെന്നിട്ട് ഫാത്തിഹ ഓതുക എന്നുള്ളത് എന്തല്ല, നബിയുടെ സുന്നത്തിൽപ്പെട്ടതല്ല എന്ന് മാത്രമല്ല, നിസ്കാരത്തിലെ ഒരു റുക്കിനെ മറ്റൊരു റുക്കിനിൻ്റെ ഉള്ളിലേക്ക് എന്താക്കാണ് കൊണ്ടുപോവാണ്. ഒരു റുക്കിനെ മറ്റൊരു റുക്കിൻ്റെ ഉള്ളിലേക്ക് കൊണ്ടുപോവാണ്. സുജൂദിൽ കിടന്ന് ഫാത്തിഹ ഓതാൻ പറ്റുമോ? പറ്റൂല. എന്തേ കാരണം? സുജൂദിൻ്റെ ഉള്ളിൽ ഫാത്തിഹ ഓതാൻ പാടില്ല എന്നുള്ളത് എല്ലാവരും ഇത്തിഫാക്കുള്ള വിഷയമാണ്. എന്നാ പിന്നെ എൻ്റെ സുജൂദിൽ എങ്ങനെ അല്ലാഹു അക്ബർ എന്ന് പറയാ? അപ്പോൾ ആ അല്ലാഹു അക്ബർ എന്നുള്ളത് എവിടെ പറയേണ്ടതാ? സമി അല്ലാഹു ലിമൻ ഹമീദ എന്നുള്ളത് എവിടെ പറയേണ്ടത്? 2 റുക്കുനുകൾക്കിടയിൽ പറയാനാണ് എന്താക്കിയിട്ടുള്ളത്, പഠിപ്പിച്ചിട്ടുള്ളത്. സുജൂദിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ സുജൂദിൽ പറയാനുള്ളത് സുബ്ഹാൻ റബ്ബിയൽ അഅല എന്നാണ്, അല്ലെങ്കിൽ സുബ്ഹാനക അല്ലാഹുമ്മ ബിഹംദിക, അല്ലെങ്കിൽ സുബ്ബുഹുൻ ഖുദ്ദൂസുൻ റബ്ബിൽ മലായികത്തി വറൂഹ് അല്ലാഹുമ്മ ലക സുജദ്തു വലക റകഅതു എന്നൊക്കെ പറഞ്ഞ രൂപത്തിലുള്ള ദിക്റുകളാണ് അവിടെ ചെല്ലാനുള്ളത്. സുജൂദ് കിടന്നാണ് എങ്ങനെ അല്ലാഹു അക്ബർ എന്ന് പറയാം?
റുക്കോയിൽ എന്നാണ്ട് ഇങ്ങനെ അല്ലാഹു അക്ബർ എന്ന് പറയാം. കാരണം റുക്കോയിൽ സുബ്ഹാൻ റബ്ബിയൽ അളീം, അതല്ലെങ്കിൽ സുബ്ഹാനക അല്ലാഹുമ്മ ബിഹംദിക്, അല്ലെങ്കിൽ മറ്റുള്ള ദിക്റുകൾ ചെല്ലാൻ വേണ്ടി പഠിപ്പിച്ച സ്ഥലമാണ്. എഴുത്തിദാലി വന്ന റബ്ബന വലക്കൽ ഹംദ് എന്നോ റബ്ബന ലക്കൽ ഹംദ് എന്നോ അങ്ങനെയൊക്കെ 4 രൂപത്തിൽ വന്ന ദിക്റുകളുണ്ട്. ആ ദിക്റുകളല്ലാതെ മറ്റു ദിക്റുകൾ എങ്ങനെ എഴുത്തിദാലിൽ ചൊല്ലുക? അതും നിസ്കാരത്തിൻ്റെ റുക്കുനുകളായി അതല്ലെങ്കിൽ വാജിബാത്തുകളായി എണ്ണപ്പെട്ട വാജിബാത്തുകളായിട്ടാണ് എന്നിട്ടുള്ളത് അല്ലാഹു അക്ബർ സമി അല്ലാഹു ലിമൻ ഹമിദ എന്നുള്ള, അഥവാ തക്ബീറത്തുൽ ഇഹ്റാം അല്ലാത്ത ഓരോ വരവിലും പോക്കിലുമുള്ള തക്ബീറുകൾ മൊത്തം നിസ്കാരത്തിൻ്റെ വാജിബാത്തുകളുടെ കൂട്ടത്തിലാണ് എണ്ണിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ പണ്ഡിതന്മാർ പറയുന്നത് ഒരാൾ റുക്കുക്ക് പോകേണ്ടതിന് മുമ്പ് അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞാലും നിസ്കാരം ബാത്തിലാണ്, പോയി കഴിഞ്ഞതിൻ്റെ ശേഷം അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞാലും ബാത്തിലാണ്. ഇതിൻ്റെ രണ്ടിൻ്റെ അടിയിലാണ് എന്താക്കേണ്ടത്? ഈ സംഭവം നടക്കേണ്ടത്. ഇതാണ് ഒരു ഫക്കീഹിന്റെ പണി. അത് മഅ്മൂമ് മുൻകടക്കണ്ടെന്ന് വിചാരിച്ചിട്ടാണ് എന്താക്കേണ്ടത് ഇത് ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ നിസ്കാരം തന്നെ ബാത്തിലാകാണ്. പിന്നെ അപ്പോൾ ആ മഅ്മൂമ് നിസ്കരിച്ചിട്ടുള്ള കാര്യമുണ്ട്. ഹംബലി മദ്ഹബ് പ്രകാരമാണ് ഇമാമിൻ്റെ നിസ്കാരം ബാത്തിലായി കഴിഞ്ഞാൽ മഅ്മൂമിങ്ങളുടെ മൊത്തം ബാത്തിലായി എന്നാണ്. അതേ സമയത്ത് ഷാഫി മദ്ഹബ് പ്രകാരം ഇമാമിൻ്റെ ബാത്തിലായി ഇമാമിൻ്റെ ബാത്തിലേ ഉള്ളൂ, മഅ്മൂമിങ്ങളത് ബാധകാവില്ല എന്നുള്ളതാണ്. പക്ഷേ ഇമാമിൻ്റെത് ബാത്തിലായി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അടുത്താളെന്താക്കണം? കയറി നിൽക്കണം മുമ്പ്. അടക്ക വേറെ മസ്അലകളും ചർച്ചകളും ഇതിൻ്റെ ഭാഗമായിട്ട് വേറെ വരാനുണ്ട്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇസ്ലാമിക കർമ്മശാസ്ത്രം മാന്യമായ രൂപത്തിൽ പഠിച്ചൊരു വ്യക്തിക്ക് മര്യാദക്ക് നിസ്കരിക്കാൻ പോലും എന്താ ഉള്ളൂ കഴിയുള്ളൂ എന്നർത്ഥം. ഏറ്റവും ചുരുങ്ങിയത് നിസ്കാരത്തിൻ്റെ കർമ്മശാസ്ത്രമെങ്കിലും ഉണ്ടാക്കണം, പഠിച്ചവരാകണം നമ്മളൊക്കെ. അല്ലാന്നുണ്ടെങ്കിൽ എന്താണ് നേരത്തെ പറഞ്ഞൊരു വലവ്വാലില്ല ഉണ്ടാകുന്നുണ്ട്. കാലങ്ങളായിട്ട് നിസ്കരിക്കുന്നുണ്ട്, പക്ഷെ ആ നിസ്കാരം എങ്ങനെ നിസ്കരിക്കേണ്ടതെന്നുള്ള എന്താ മാത്രം പഠിച്ചിട്ടില്ല. അതെന്താണ്? അത് ഇന്ന വജദിന ആബഅന, ഞങ്ങളുടെ വാൽപ്പ വല്യപ്പന്മാർ അങ്ങനെ നിസ്കരിക്കേണ്ടതാണ് കണ്ടത്, അതുകൊണ്ട് ഞങ്ങൾ എന്താക്കുന്നു? സാധാരണഗതിയിൽ നമ്മൾ സമസ്തക്കാരെ വിഷയത്തിൽ പറയാറുണ്ട്, എന്തൊക്കെ അബർങ്ങ പോയി പൂജിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന വജദിന ആബഅന, ഞങ്ങൾ അങ്ങനെ വല്യപ്പാർ ചെയ്യേണ്ടത് കണ്ടങ്ങാണ്ട് ചെയ്യണം. അത് നിസ്കാരത്തിൻ്റെ വിഷയത്തിലും ബാധകമാണ്. ബാപ്പാർ വല്യപ്പാർ ചെയ്തോന്നുള്ളതല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ നിലക്ക് നമ്മൾ എന്താക്കേണ്ടതുണ്ട്? കർമ്മശാസ്ത്രത്തെ കാണേണ്ടതുണ്ട് എന്നുള്ളതാണ്. അത് വലിയ ഗൗരവമുള്ള വിഷയമാണ്. ഇനി ഇങ്ങനെയൊക്കെ വരുമ്പോൾ തന്നെ പിന്നെ ഇനി അടുത്തൊരു ചർച്ച എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അങ്ങനെയാണെങ്കിൽ നമുക്ക് ഏതെങ്കിലും ഇപ്പം നിങ്ങൾ 4 മദ്ഹബ് പറയുന്നുണ്ട്, ഈ നാലാലൊരു മദ്ഹബിലേക്ക് ചേർത്തി പറയേണ്ടതുണ്ടോ? അത് ഇപ്പോൾ ഞാൻ ഷാഫി മദ്ഹബാണ്, അല്ലെങ്കിൽ ഞാൻ ഹനഫി മദ്ഹബാണ്, ഞാൻ ഹംബലി മദ്ഹബാണ്, ഞാൻ മാലിക്കി മദ്ഹബാണ്. ഇവിടെ നമ്മൾ ഒന്നും കൂടി വിശാലമായിക്കൊണ്ട് കാര്യങ്ങൾ കാണണം. മദ്ഹബുകൾ എന്നുള്ളത് വിശുദ്ധ ഖുർആനും തിരുസുന്നത്തും മനസ്സിലാക്കാനുള്ള വാതിലുകളാണെന്നാണ് ആദ്യം മനസ്സിലാക്കേണ്ടത്. അത് ഇസ്ലാമിൻ്റെ പുറത്തുള്ളൊരു സാധനമല്ല. വിശുദ്ധ ഖുർആനും തിരുസുന്നത്തും മനസ്സിലാക്കാനുള്ള വാതിലുകളാണ് ഏത് മദ്ഹബുകൾ എന്നുള്ളത്. അതുകൊണ്ട് തന്നെയാണ് മദ്ഹബിൻ്റെ ഇമാമുമാർ അവർ ഈ രംഗത്ത് സേവനം ചെയ്യുമ്പോൾ അവർ ഇസ്ലാമിനെ സംരക്ഷിക്കുവാനും ഇസ്ലാമിൻ്റെ കാര്യങ്ങൾ എളുപ്പമാക്കാനും വേണ്ടിയാണ് ചർച്ച ചെയ്തത്. ഇനി അവരെപ്പോഴാണ് കാര്യങ്ങൾ ചർച്ച ചെയ്യുക? ആ വിഷയത്തിൽ കൃത്യമായ പ്രമാണങ്ങൾ അവർക്ക് ലഭിക്കാതെ പോകുന്നിടത്ത് മാത്രമേ അവർ ചർച്ച ചെയ്യുള്ളൂ. പ്രമാണം ലഭിച്ചെടുത്ത് പോലെ എന്താക്കൂല, സ്വരീഹായ നിലക്ക് പ്രമാണത്തിൽ സ്ഥിരപ്പെട്ട കാര്യമാണ് എങ്കിൽ പിന്നീട് അത് ചർച്ച ചെയ്യാനൊരു പോകൂല, ചർച്ച ചെയ്യേണ്ട ആവശ്യമില്ല. മതത്തിൽ പ്രമാണത്തിൽ വ്യക്തമായ നിലക്ക് കാര്യങ്ങൾ പറയാത്ത കാര്യങ്ങൾ വരുമ്പോൾ എന്ന് പറഞ്ഞാൽ, അതല്ലെങ്കിൽ ഒരു പ്രമാണത്തിൽ നിന്ന് ആ കാര്യം അങ്ങനെയും ലഭിക്കും ഇങ്ങനെയും ലഭിക്കും എന്നുള്ളിടത്ത് വരുമ്പോഴാണ് എന്തൊക്കെ അവർ ചർച്ച ചെയ്യാം. ആ ചർച്ച ചെയ്യുമ്പോൾ തന്നെ അവർ ആദ്യമേ പറഞ്ഞു വെച്ചൊരു കാര്യമാണ് മത്താ സഹൽ ഹദീസു ഫഹുവ മദ്ഹബി. എപ്പോഴാണ് ഒരു ഹദീസ് സഹീഹായി വരുന്നത് അതാണ് എൻ്റെ മദ്ഹബ് എന്ന് പറഞ്ഞാൽ, ഞാൻ ഈ പറയുന്നത് ഒരു സ്വഹീഹായ ഹദീസിനെതിരാണെന്നുണ്ടെങ്കിൽ എൻ്റെ വാക്കുകൾ എടുക്കേണ്ട, സ്വഹീഹായ ഹദീസിലേക്കാണ് നിങ്ങൾ മടങ്ങേണ്ടത്. ചർച്ചകൾ വരുന്ന സമയത്ത് സഹീഹായ ഹദീസുകൾ ലഭിക്കാതെ പോകുമ്പോഴാണ് അവരെന്താക്കൽ അവരുടേതായ ചർച്ചകളിലേക്ക് പോകാറുള്ളത്. അങ്ങനെ വരുമ്പോൾ ഒരാൾ തന്നെ ഒരു മദ്ഹബിലേക്ക് ചേർത്തി പറയുക എന്ന് പറയേണ്ടതല്ല, തെറ്റൊന്നുമല്ല. ഞാൻ ഷാഫി മദ്ഹബിൻ്റെ ആളാണ്
അല്ലെങ്കിൽ ഞാൻ ഹംബലി മദ്ഹബിൻ്റെ ആളാണ്, ഞാൻ മാലിക്കി മദ്ഹബിൻ്റെ ആളാണ്, ഞാൻ അതല്ലെങ്കിൽ ഹനഫി മദ്ഹബിൻ്റെ ആളാണ് എന്ന് ഒരാൾ ഏതെങ്കിലും മദ്ഹബിലേക്ക് ചേർത്തി പറയുക എന്നത് തെറ്റല്ല. എന്നാൽ എവിടെയാണ് തെറ്റ് വരിക? ഒരു ഹദീസിലൊരു കാര്യം സ്ഥിരപ്പെട്ട സമയത്ത് ഇത് ഇങ്ങനെയാണല്ലോ ഹദീസിലുള്ളത്. ഉദാഹരണത്തിന് പറയണത് വകാന സല്ലല്ലാഹു അലൈഹി വസല്ലം യളഉ യദഹുൽ യുംന അലൽ യുസ്റ അലാ സദ്രിഹി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കാരത്തിൽ അദ്ദേഹത്തിൻ്റെ വലത് കൈ ഇടത് കൈയിൻ്റെ മുകളിലായി നെഞ്ചത്ത് വെക്കുമായിരുന്നു എന്ന് ഹദീസിലുണ്ടല്ലോ എന്ന് പറഞ്ഞു. ആ ഹദീസ് സഹീഹുമാണല്ലോ എന്ന് പറഞ്ഞപ്പോൾ മറ്റാൾ പറയണത് ഞങ്ങളെ ഇമാമ് പള്ളൻ്റെ അടിയിൽ കെട്ടാനാണ് എന്താക്കിയിട്ടുള്ളത് പറഞ്ഞിട്ടുള്ളത്, അതുകൊണ്ട് അങ്ങ് എന്താക്കാൻ പറ്റൂല, നമുക്ക് മേപ്പെട്ട് കൈ കെട്ടാൻ പറ്റൂല എന്ന് പറയുന്ന രീതി ഉണ്ടെങ്കിൽ അത് തെറ്റാണ്. എന്തേ കാരണം? ഇമാമ് വരെ പറഞ്ഞത് ഹദീസ് സഹീഹായി കഴിഞ്ഞാൽ അതാണ് എൻ്റെ മദ്ഹബ് എന്നാണ്. ഹദീസ് സഹീഹായി കഴിഞ്ഞാൽ അതാണ് എൻ്റെ മദ്ഹബ് എന്നാണ്. അപ്പം മദ്ഹബിനെ തഖ്ലീദ് ചെയ്യുക എന്നതാണ്. അതും ആര് തഖ്ലീദ് ചെയ്യുക എന്നുള്ളത്, പ്രമാണങ്ങൾ മുമ്പിലെത്തിക്കഴിഞ്ഞാൽ അത് മനസ്സിലാക്കാൻ കഴിയുന്നവൻ മദ്ഹബിനെ തഖ്ലീദ് ചെയ്യുക എന്ന് പറയുന്നത് അത് നിഷിദ്ധാണ്, പറ്റൂല. പ്രമാണങ്ങൾ മനസ്സിലാക്കാൻ കഴിയുന്ന ആളുകൾ, ഖുർആനിൽ നിന്നുള്ള ഒരു ആയത്ത്, ഹദീസ്, ഇതൊക്കെ ഇങ്ങനെ മുമ്പിൽ കാണുമ്പോൾ അത് മനസ്സിലാക്കാൻ കഴിയുന്നവർ അത് മനസ്സിലായിട്ടും എന്നാലും എൻ്റെ മാം അങ്ങനെ പറഞ്ഞില്ലേ, അല്ലെങ്കിൽ ഞങ്ങളെ മദ്ഹബിലെ അഭിപ്രായം അതാണ്, അതുകൊണ്ട് ഞങ്ങൾക്ക് അതേ എടുക്കാൻ പറ്റുള്ളൂ എന്ന് പറയുന്ന രീതി ഒരിക്കലും ശരിയായ രീതിയല്ല. അത് എതിർക്കപ്പെടേണ്ടത് തന്നെയാണ്. എന്നാൽ ചിലപ്പം മദ്ഹബ് എടുത്താലേ എടുക്കല്ലാതെ നിർവാഹം ഉണ്ടാവില്ല. ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ നിസ്കാരത്തിൽ തന്നെ നമ്മൾ വരിക, നിസ്കാരത്തിൽ നിയ്യത്ത് എന്നുള്ളത് നിസ്കാരത്തിൻ്റെ റുക്നാണോ ഷർത്താണോ? റുക്കിനാണെന്ന് പറഞ്ഞാൽ ഷാഫി മദ്ഹബ് തന്നെയായി, ഷർത്താണെന്ന് പറഞ്ഞാൽ ഹംബലി മദ്ഹബ് തന്നെയായി. അത്രേ ഉള്ളൂ. രണ്ടാണെങ്കിലും നിയ്യത്ത് വേണമെന്നുള്ള ഉറപ്പാണ്, അത് സംശയം വേണ്ട. രണ്ടാളെ സംബന്ധിച്ചിടത്തോളം നിയ്യത്ത് വേണമെന്നുള്ളതാണ്. എന്താണ് നിയ്യത്ത് ഇല്ലാതെ നിസ്കാരം ശരിയാവില്ല എന്നുള്ളത് തന്നെയാണ്. എന്നാൽ നിയ്യത്ത് ഉസല്ലി ലില്ലാഹി തആല ഉസല്ലി ഫർദുൽ മഗ്രിബി സലാസു റക്അത്തിൻ മുതവജ്ജിഹൻ ഇലൽ ഖിബ്ലത്തി അദാഅൻ ലില്ലാഹി തആല മഅൽ ഇമാമി എന്ന് പറയല ബിദ്അത്താണ്. കാരണം എന്താ, നിയ്യത്ത് എന്ന് പറഞ്ഞാൽ മഹല്ലുഹ അൽ ഖൽബ്, അതിൻ്റെ സ്ഥാനം തന്നെ തന്നെ എവിടെയാണ്? ഹൃദയത്തിൽ. പിന്നെ തൊള്ളോണ്ട് പറഞ്ഞു കഴിഞ്ഞാൽ നിയ്യത്തല്ലാതെയായി. തൊള്ളോണ്ട് പറയുന്നതോട് കൂടി അത് നിയ്യത്തല്ലാതെയായി. അപ്പോൾ ഈ നിലക്കാണ് കാര്യങ്ങൾ നമ്മൾ കാണേണ്ടത്. അഥവാ മദ്ഹബിലേക്ക് ഒരാൾ തന്നെ ചേർത്തി പറയുന്നു എന്നതെന്തല്ല, അതൊരു തെറ്റല്ല. ഇപ്പോൾ ഇമാം ഇബ്നു കസീർ റഹിമഹുല്ലയെ കുറിച്ച് പറയുമ്പോൾ പറയും അഷ്ശാഫിഈ എന്ന് പറയും. ഇബ്നു തൈമിയ്യ റഹിമഹുല്ലയെ കുറിച്ച് പറയുമ്പോൾ പറയും അൽ ഹംബലി എന്ന് പറയും. അബൂ ജഅഫർ തഹാവി റഹിമഹുല്ലയെ കുറിച്ച് പറയുമ്പോൾ പറയും അൽ ഹനഫി എന്ന് പറയും. അതുപോലെ തന്നെ എന്താണ് ഇമാം ഖുർത്തുബി റഹിമഹുല്ല അൽ മാലിക്കി എന്നാണ് പറയാറുള്ളത്. അതിൻ്റെ അർത്ഥം അവർ ആ മദ്ഹബിനെ അന്ധമായി തഖ്ലീദ് ചെയ്തിരുന്നു എന്നതല്ല, മറിച്ച് പ്രമാണങ്ങളിൽ സ്ഥിരപ്പെടാത്ത ഒരു പുതിയ മസ്അല വരുന്ന സമയത്ത് അവർ ഇജ്തിഹാദ് ചെയ്യുവാൻ വേണ്ടി സ്വീകരിച്ചിരുന്നത് ഈ മദ്ഹബുകളുടെ പണ്ഡിതന്മാരുണ്ടാക്കി വെച്ച കുറേ ഉസൂലുകളുണ്ട്. ആ ഉസൂലുകളെയായിരുന്നു എടുത്തിരുന്നതെന്ന് നമുക്ക് കാണാൻ കഴിയാം. ഇനി അടുത്ത ചർച്ചയിലേക്ക് പോകുമ്പോൾ മദ്ഹബുകളും കർമ്മശാസ്ത്രവും പഠിക്കുമ്പോൾ ഈ കർമ്മശാസ്ത്രത്തിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ മനസ്സിലാക്കൽ കുറേ അഭിപ്രായ ഭിന്നതകളുണ്ടെന്നാണ്. കർമ്മശാസ്ത്രത്തിൽ കുറേ അഭിപ്രായ ഭിന്നതകളില്ല. കർമ്മശാസ്ത്രത്തിൽ കൂടുതലുള്ളതും ഏകോപനങ്ങളാണ്. അഭിപ്രായ ഭിന്നതകൾ മസ്അലകളിലെ ചില വിഷയങ്ങൾ മാത്രമേ ഉള്ളൂ. ഇപ്പോൾ ഉദാഹരണത്തിന് ഒളു ഉണ്ടാക്കുക എന്നുള്ള വിഷയത്തിൽ ആർക്കും അഭിപ്രായ വ്യത്യാസമില്ല. നിസ്കരിക്കാൻ എന്താണ്? ഒളു ഷർത്താണ്. അതിലൊരു മദ്ഹബിലും ആർക്കും അഭിപ്രായ വ്യത്യാസമില്ല. എന്നാൽ ഒളു ഉണ്ടാക്കുന്ന സമയത്ത് വലിയൊരു അഭിപ്രായ വ്യത്യാസമുള്ള സാധനമാണ് തല എവിടെ തടവണം എന്നുള്ളത്. ബാക്കിയുള്ളിലൊന്നും അഭിപ്രായ വ്യത്യാസമില്ല. കൈ കഴുകണോടത്ത് അഭിപ്രായ വ്യത്യാസമില്ല, വായിൽ വെള്ളം കൊപ്പിളിക്കണോടത്ത് അഭിപ്രായ വ്യത്യാസമില്ല, മൂക്കിൽ വെള്ളം കയറ്റി ചീത്തുന്നിടത്ത് ഒന്നും അഭിപ്രായ വ്യത്യാസമില്ല. പിന്നെയുള്ള അഭിപ്രായ വ്യത്യാസം അത് സുന്നത്താണോ ഫർദാണോ എന്നുള്ളതാണ്. അത് നേരത്തെ പറഞ്ഞ ഇജ്തിഹാദിൻ്റെ മസ്അലകൾ വെച്ചിട്ടാണ്. അതായത് ഹംബലി മദ്ഹബിൽ മൂക്കിൽ വെള്ളം കയറ്റി ചീറ്റലും വായിൽ വെള്ളം കൊപ്പിളിക്കലൊക്കെ തന്നെയാണ്, വാജിബാണ്. ഇതിലേതെങ്കിലും ഒന്ന് ഒഴിവാക്കി കഴിഞ്ഞാൽ വുളു ശരിയല്ല. അതിനുള്ള കാരണം പറഞ്ഞത്
ഒന്ന്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നും സ്ഥിരപ്പെട്ടു വന്ന ഹദീസുകൾ മുഴുവൻ നബി ഒന്നു പഠിപ്പിച്ചപ്പോഴൊക്കെ എന്താക്കിയിട്ടുണ്ട്, ഇത് ചെയ്തിട്ടുണ്ട്. രണ്ടാമത്തത് മുഖത്തിൻ്റെ ഭാഗത്തിൽപ്പെട്ടതാണ് ഈ പറഞ്ഞത്. അപ്പം മുഖം കഴുകൽ വാജിബാണെങ്കിൽ ആ മുഖത്തിൻ്റെ ഭാഗം കഴുകലും വാജിബ് എന്നുള്ളിടത്തേക്ക് പറഞ്ഞപ്പോൾ ഷാഫി മദ്ഹബിൽ ഒന്നാമത്തെ പ്രമാണം ഖുർആനാണ് എന്നതുകൊണ്ട് ഖുർആനിൽ എന്ത് സ്ഥിരപ്പെട്ടുവോ അതേ വാജിബാകുള്ളൂ എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ വാസിലു വുജൂഹക്കും വൈദിയക്കും എന്ന് പറഞ്ഞപ്പോൾ അവിടെ മുഖം കഴുകണം, കൈ കഴുകണം എന്ന് പറഞ്ഞപ്പോൾ മൂക്ക് മുഖത്തുള്ള മറ്റൊരു അവയവമാണ്, വായ വേറൊരു അവയവമാണ്, അതിൻ്റെ ഉള്ളിൽ കഴുകണോ വേണ്ട എന്നുള്ളത് അതിൽ പറയാത്തത് കൊണ്ട് അത് നിർബന്ധമല്ല. പിന്നെ നബിൻ്റെ കൗലിൽ വന്നുകൊണ്ട് അത് സുന്നത്തേ വരുള്ളൂ എന്നുള്ള ചർച്ചയുള്ളത്. അതൊക്കെ ഈ പറഞ്ഞ ഇജ്തിഹാദിൻ്റെ മേഖലകൾ അവിടെ ബാക്കി നിൽക്കുന്നു. എന്നാൽ തല തടവണ വിഷയത്തിൽ അതല്ല. തല തടവണ വിഷയത്തിൽ 3 വിരലിൻ്റെ സ്ഥാനം തടവിക്കഴിഞ്ഞാൽ തലയായി എന്ന് ഷാഫി മദ്ഹബ്. അതല്ല, റുബുഉർ റഅസ് തലയുടെ 4/1 ഭാഗം തടവിയാൽ എന്തായി, തലയായി എന്നാല് ഹനഫി മദ്ഹബ്. ഹംബലി മദ്ഹബിലാണ് തല മുഴുവൻ തടവുക എന്നുള്ളത്. കാരണം ഹംബലി മദ്ഹബ് നമ്മൾ നേരത്തെ പറഞ്ഞു പ്രമാണം എന്നുള്ള നസ്സാണ്. ഖുർആനിലൊരു കാര്യം സ്ഥിരപ്പെട്ടാൽ സുന്നത്തിലൊരു കാര്യം സ്ഥിരപ്പെട്ട് കഴിഞ്ഞാൽ അത് വാജിബായി. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തല മുഴുവൻ തടവി എന്നതേ വന്നിട്ടുള്ളൂ എന്നതുകൊണ്ട് തല മുഴുവൻ തടവൽ തന്നെയാണ് എന്തുള്ളത് ഹംബലി മദ്ഹബിലുള്ളത്. പിന്നെ എങ്ങനെയാണ് ഹനഫികൾ റുബുഉർ റഅസിലേക്ക് പോയത്? അതിന് അവർ ഭാഷാപരമായ ചർച്ചയിലേക്കാണ് പോയത്. അവിടെയും സുന്നത്ത് തല മുഴുവൻ തടവാൻ തന്നെയാണ് ഹനഫികൾ പറയാം. ഷാഫി മദ്ഹബിലും തല മുഴുവൻ തടവൽ തന്നെയാണ് എന്ത്, സുന്നത്ത്. എന്നാൽ ഒരാൾ തല തടവിയോ ഇല്ലേ എന്ന് ഹുക്മു പറയണമെന്നുണ്ടെങ്കിൽ മുഴുവൻ തടവേണ്ടതുണ്ടോ ഇല്ലേ എന്നുള്ളതാണ് ചർച്ച. ആ ചർച്ചയിൽ തല എന്ന് പറയുന്ന പദം കൊണ്ട് എന്തർത്ഥമാക്കുന്നു എന്നുള്ളതാണ് ഫുഖഹാ ചർച്ച ചെയ്തത്. അപ്പം ഞാൻ ഇന്നയാളുടെ തല കണ്ടു എന്ന് പറഞ്ഞാൽ തലയെ നേരത്തെ പറഞ്ഞ ഒരു 6D ലെവലിൽ കാണേണ്ടതുണ്ടോ, വലിയ 3D കാണേണ്ടതുണ്ടോ തല കണ്ടു എന്ന് പറയാൻ? ഒരാളായിക്കോട്ടെ പോകുന്നുണ്ട്, ഞാൻ അയാളെ തല കണ്ടു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? ഒരു ഭാഗമേ കാണുള്ളൂ. ആ ഒരു ഭാഗം എന്ന് പറയുമ്പോൾ ചുരുങ്ങിയത് എത്ര എന്നതാണ് എന്ത്. അപ്പോൾ തല തടവുക എന്ന് പറഞ്ഞാൽ അത്ര തടയാൻ മതി എന്നാണ് ഭാഷയിൽ. തല എന്ന് പറയുന്ന പദം കൊണ്ട് എന്ത് വരെ അർത്ഥമാക്കുന്നു അത് കണ്ടാൽ അതിന് തല എന്ന് പറയാം. അപ്പോൾ തല തടവി എന്ന് പറഞ്ഞാൽ അത് അതിൽ പെടൂല എന്നാണ് ചർച്ച ചെയ്തിട്ടുള്ളൂ. അല്ല എന്തല്ല, അത്രേ തടവാൻ പാടുള്ളൂ എന്നതല്ല ഇവരാരും ചർച്ച ചെയ്തത്. എത്ര തടവിയാൽ അത് മതിയാകുമോ ഇല്ലയോ എന്നിടത്താണ് എന്തായത് ചർച്ച പോയത്. പക്ഷെ ജാഹിലീങ്ങളായ ആൾക്കാർ ഇതിമ കൂടി. ജാഹിലീങ്ങളായ ആളുകൾ ഇതിമേലെ കൂടിയത് അവർ ചർച്ച ചെയ്തത് അയിമ കൂടാനല്ല, മറിച്ച് അത്രയായി കഴിഞ്ഞാൽ അത് മതിയാകുമോ ഇല്ലയോ എന്ന് ഫുഖഹാക്കൾ എന്താക്കിയതാണ്, ചർച്ച ചെയ്തതാണ്. ഇമാം ഷാഫി റഹിമഹുള്ളയുടെ മദ്ഹബിൽ ഈ 3 വിരലിൻ്റെ കണക്ക് എന്തുകൊണ്ട് വന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ തലപ്പാവ് ധരിക്കുന്ന ആളുകൾ തടവിണ സമയത്ത് എന്താണ് നെറ്റിയുടെ ഇവിടുന്ന് മേൽ കുറച്ചത് പൊന്തിച്ചിട്ട് അവിടെ തടവിയതിന് ശേഷം ബാക്കി തലപ്പാവിൻ്റെ മുകളിലൂടെ തടവുക എന്നുള്ള ചർച്ച വന്നപ്പോൾ എന്ത് വന്നു, 3 വിരലിൻ്റെ ഒരു സ്ഥലമാണ് അവിടെ ഹദീസുകളുടെ അടിസ്ഥാനത്തിൽ ചർച്ചകൾ കാണുന്നത്. അപ്പോൾ എന്താക്കി, നിർബന്ധമായും നനയേണ്ട ഭാഗം അത്രയാണ്, അതിൻ്റെ മേലേക്ക് ഇവിടെയാണ്. അത് എന്നാൽ നമ്മുടെ നാട്ടിൽ കാണുന്ന ഇങ്ങനെ തല തടവണ രീതിയുണ്ട്, അത് ഷാഫി മദ്ഹബിലായിട്ട് പറഞ്ഞിട്ടുമില്ല. അത് ഷാഫി മദ്ഹബിലായിട്ട് ഇല്ലല്ലോ. അതിനെ സമസ്തക്കാരായ മൗലന്മാരെന്നെ എന്താക്കാറുണ്ട്, എതിർക്കാറുണ്ട്. നമ്മൾ അങ്ങനെ തന്നെ തിരിച്ചറിയേണ്ട കുറേ സാധനങ്ങളുണ്ട് ആ വിഷയത്തിൽ. അത് ഇങ്ങനെ തല തടവണം എന്നുള്ള വിഷയത്തിൽ ആർക്കും അഭിപ്രായ വ്യത്യാസമല്ല. എന്നാൽ തല തടവിയ ഒരു മനുഷ്യൻ്റെ തല തടവി എന്ന് പറയാൻ എത്ര കണ്ട് തടവണമെന്ന ചർച്ച വന്നപ്പോൾ അവരെന്തായിട്ടുണ്ട്, ഭിന്നാഭിപ്രായങ്ങളിലായിട്ടുണ്ട് എന്നല്ലാതെ തല തടവിന വിഷയത്തിൽ എന്തില്ല, അഭിപ്രായ ഭിന്നതകളില്ല. പിന്നീട് അഭിപ്രായ ഭിന്നതകൾ എന്ന് തോന്നാവുന്ന വിഷയങ്ങൾ എന്ന് പറഞ്ഞാൽ തനവ്വുകൾ ഉണ്ടാകും. ഇബാദത്തിൽ അത് നമ്മൾ തിരിച്ചറിയേണ്ട ഒരു കാര്യമാണ്. തനവ്വുകൾ, നബി ഒരു കാര്യം ഇങ്ങനെയും ചെയ്തിട്ടുണ്ടാവും, വേറെ കോലത്തിൽ ചെയ്തിട്ടുണ്ടാവും, വേറെ കോലത്തിലും ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ഇത് പരസ്പര വൈരുദ്ധ്യങ്ങളാണെന്ന് ചില ആൾക്കാർ മനസ്സിലാക്കി. അത് വൈരുദ്ധ്യങ്ങളല്ല, അത് വൈവിധ്യങ്ങളാണ്. ആ വൈവിധ്യത്തെ വൈവിധ്യമായി കൊണ്ട് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്കും ആ വൈവിധ്യങ്ങളൊക്കെ കൊണ്ടുവരാം. ഇപ്പോൾ ഫുഖഹാക്കളുടെ കൂട്ടത്തിൽ 2 വിഭാഗം ആൾക്കാരുണ്ട്.
അതായത് വൈവിധ്യങ്ങളെ വൈവിധ്യങ്ങളായി കൊണ്ടെടുക്കണോ, വൈവിധ്യങ്ങളുടെ കൂട്ടത്തിൽ നബി ഏറ്റവും കൂടുതൽ ചെയ്തത് അഫ്ളൽ എന്ന നിലക്ക് അഫ്ളൽ എടുക്കണോ, അതായത് എല്ലാത്തിലും അഫ്ളൽ ഏറ്റവും ശ്രേഷ്ഠമായത് എന്നുള്ള തലങ്ങൾ കാണുന്ന ആളുകളുണ്ട്, എല്ലാം അഫ്ളലാണെന്ന് കാണുന്ന ആൾക്കാരുണ്ട്. അപ്പം അതിൽ ഇപ്പോൾ മഹാനായ ഇബ്നു തൈമിയ്യ റഹിമഹുള്ളയുടെ മദ്ഹബ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാം അഫ്ളലാണെന്നാണ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞത് എന്താ വെച്ചാൽ ഇടയ്ക്ക് ഒളു ഉണ്ടാക്കുമ്പോൾ ഒളുവിൻ്റെ അവയവങ്ങളൊക്കെ ഒറ്റ പ്രാവശ്യം കഴുകാൻ പാടുള്ളൂ. കാരണം നബി ഒറ്റ പ്രാവശ്യം കഴുകിയ സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ഇടയ്ക്ക് എന്താക്കണം, 2 വട്ടം കഴുകണം. കാരണം നബി 2 വട്ടം കഴുകിയ സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ഇടയ്ക്ക് എന്താക്കണം, 3 വട്ടം കഴുകണം. നബി 3 വട്ടം കഴുകിയ സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. കഴുകേണ്ട അവയവങ്ങളൊക്കെ 1 വട്ടമോ 2 വട്ടമോ 3 വട്ടമോ കഴുകണം. തടവിണ അവയവാണെങ്കിൽ മുഴുവൻ ഒറ്റ വട്ടേ ഉള്ളൂ, തടവിണ ഒറ്റ വട്ടേ ഉള്ളൂ. അപ്പം അങ്ങനെയാണെങ്കിൽ ഈ 3 സുന്നത്ത് നമുക്ക് എന്താവും, കിട്ടും. എന്നാൽ ഒരു വിഭാഗം പണ്ഡിതന്മാർ പറഞ്ഞത് നബി ഏറ്റവും കൂടുതൽ ചെയ്തിട്ടുള്ളത് 3 പ്രാവശ്യം കഴുകുക എന്നുള്ളതാണ്. അപ്പം അതുകൊണ്ട് 3 അഫ്ളൽ എന്ന് പറഞ്ഞ പോലെ 3 മാത്രം കൂടി. 1 വാജിബ് വീട് 1 കൊണ്ട്, 2 പിന്നെ അപ്പം എന്തിനാ, 1 വാജിബ് കൂടി കഴിഞ്ഞാൽ പിന്നെ 2ാമത്തെ പിന്നെ അതിൻ്റെ ആവശ്യമില്ലല്ലോ. 3 പിന്നെ സുന്നത്താണെങ്കിൽ പിന്നെ അതിന് 2 എന്താണ് വകുപ്പ് എന്ന് ഇവരിങ്ങോട്ടും ചോദിക്കും. അപ്പോൾ അവിടെ വൈവിധ്യങ്ങളാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെയും ചെയ്തു, ഇങ്ങനെയും ചെയ്തു, ഇങ്ങനെയും ചെയ്തു. അതായത് ഒറ്റ പ്രാവശ്യം കഴുകുന്ന ഒളുവും നബി ചെയ്തിട്ടുണ്ട്, 2 പ്രാവശ്യം കഴുകുന്ന ഒളുവും നബി ചെയ്തിട്ടുണ്ട്, 3 പ്രാവശ്യം ചെയ്യുന്ന ഒളുവും നബി ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ 3ഉം അതേ രൂപത്തിൽ നമുക്ക് എന്താക്കാം, നടപ്പിലാക്കാം. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു മെച്ചം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇഹ്തിലാറുൽ ഖൽബ്, ഹൃദയത്തിൽ കുറച്ചുകൂടി നമുക്കൊരു നിയ്യത്തും ഇതൊക്കെ വരും. മറ്റെന്താ വെച്ചാൽ അങ്ങനെ വരും, അതിൻ്റെ ഇടയിൽ കൂടെ അങ്ങനെ വർത്താനം പറയുന്നുണ്ടാവും, പൈപ്പ് ഇറക്കണുണ്ടാവും, ഒക്കെ ഇങ്ങനെ 3 വട്ടം കഴിയും, ഒക്കെ ഇങ്ങനെ പോകുന്നുണ്ടാവും, ഒരു കണക്കേ കാരണം അതങ്ങനെ ശീലിച്ചു പോയി എന്നുള്ളതാണ്. അതേസമയത്ത് മറ്റേതാകുമ്പോൾ ഇന്ന് ഞാൻ 2 വട്ടേ കഴുകുള്ളൂ, ഇന്ന് അതിനെ തീരുമാനിച്ച് വന്നതാണ്, അപ്പോൾ അതുകൊണ്ട് 2 വട്ടേ എന്താക്കുള്ളൂ, കഴുകുള്ളൂ. അപ്പോൾ കുറച്ചുകൂടി എന്ത് വന്നു അവിടെ, നാളെ 3 അല്ലെങ്കിൽ ഇന്ന് 3 എന്ന് തീരുമാനം എടുക്കുന്നതോട് കൂടി തന്നെ സ്വാഭാവികമായിട്ട് എന്ത് വന്നു, അവിടെ കുറച്ചും കൂടി ഒരു ബോധവും ശ്രദ്ധയും വരും. എപ്രകാരം എന്ന് വെച്ച് കഴിഞ്ഞാൽ വ്യത്യസ്തങ്ങളായ ഇസ്തിഫ്താഹിൻ്റെ പ്രാർത്ഥനകളുണ്ട്. ചില ആൾക്കാർ ഇങ്ങനെ കൈജട് കെട്ടിയ വജ്ഹത്ത് വജിയെ മാത്രമേ വരുള്ളൂ. ചില ആൾക്കാർ കൈചട്ടി കഴിഞ്ഞാൽ അല്ലാഹുമ്മ ബൈദ് ബൈനി വ ബൈന മാത്രമേ വരുള്ളൂ. വേറെ കുറച്ച് ആൾക്കാർ കൈചട്ടി കഴിഞ്ഞാൽ സുബ്ഹാനക അല്ലാഹുമ്മ അഭിഹന്ദിക്കേ വരുള്ളൂ. വേറെ കുറച്ച് ആൾക്കാർ കൈചട്ടി കഴിഞ്ഞാൽ അല്ലാഹുമ്മ റബ്ബ ജബ്രായീല വ മീകായീല വ ഫാത്തിറ സമാവാതി വൽ അർള് അതേ വരുള്ളൂ. അതിന് പകരം ഓരോ നിസ്കാരത്തിൽ ഇന്ന് ലോഹർ നിസ്കരിക്കുമ്പോൾ ഞാൻ ഇന്നതാ ചൊല്ലുക, ഇന്നത്തെ അസറിന് ഞാൻ അധികാരം ചൊല്ലുക, അല്ലെങ്കിൽ മഗ്‌രിബ് നിസ്കരിക്കാൻ വേണ്ടി വരുമ്പോൾ ഇന്ന് ഇസ്തിഫ്താഹിൽ ഇതാണ് ചൊല്ലുക എന്ന് തീരുമാനം എടുത്തിട്ട് വന്നു കഴിഞ്ഞാൽ കൈ കെട്ടുമ്പോൾ സ്വാഭാവികമായിട്ട് പിന്നെ അതേ ചൊല്ലുള്ളൂ. അവിടെ എന്ത് വരും, ഒരു ഹുളൂറുൽ ഖൽബ്. അപ്പോൾ ഫിഖ്ഹിലുള്ള വൈവിധ്യങ്ങൾ, ആ വൈവിധ്യങ്ങൾ എന്താക്കേണ്ടി വരും, നമ്മൾ വൈവിധ്യങ്ങളായി കാണാൻ പറ്റിയ മസ്അലകളാണെങ്കിൽ അതിലെ ഓരോന്നും നമ്മുടെ കർമ്മഫലത്തിലേക്ക് നമ്മൾ കൊണ്ടുവരേണ്ടതുണ്ട്. മുൻഗാമികളായ പണ്ഡിതന്മാരുടെ കൂട്ടത്തിൽ അവർ പറയേണ്ടത് കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു ഹദീസിൽ ഒരു കാര്യം സ്ഥിരപ്പെട്ടിട്ടുണ്ട് എങ്കിൽ ജീവിതത്തിൽ ഞാൻ അത് ഒരിക്കലെങ്കിലും ചെയ്തിട്ടുണ്ടാവുന്നതാണ്. കാരണം ആ സുന്നത്ത് എനിക്ക് എന്താൻ പാടില്ല, നഷ്ടപ്പെടാൻ പാടില്ല എന്നാണ്. ഈ നിലക്കാണ് കർമ്മശാസ്ത്രത്തെ നമ്മൾ എന്താക്കേണ്ടത്, നോക്കിക്കാണേണ്ടത്. എന്നാൽ ഇനി വൈവിധ്യങ്ങളല്ല, ചിലതെന്തുണ്ടാവുമെന്ന് വെച്ച് കഴിഞ്ഞാൽ വൈരുദ്ധ്യങ്ങളായിട്ട് തന്നെ വരും. അത് പ്രമാണങ്ങളിൽ വരുന്ന വൈരുദ്ധ്യങ്ങളല്ല, പ്രമാണങ്ങളിൽ വരുന്ന വൈരുദ്ധ്യങ്ങളല്ല, മനസ്സിലാക്കുന്നിടത്ത് വരുന്ന വ്യത്യാസങ്ങൾക്കനുസരിച്ച് എന്താവും വൈരുദ്ധ്യങ്ങൾ വന്നേക്കാം. അത് പ്രമാണങ്ങളിലല്ല, പണ്ഡിതന്മാരിൽ വരുന്നതാണ്. കാരണം ഓരോരുത്തരുടെയും എന്തുണ്ടാവും, ഓർമ്മശക്തിയും അതുപോലെ തന്നെ ഓരോരുത്തരും മനസ്സിലാക്കിയതും അതൊക്കെ ഇതിനെ ബാധിക്കും. മഹാനായ ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് ഒരു കിതാബുണ്ട്, റഫ്ഉൽ മലാം അൻ അഇമ്മത്തിൽ അഅലാം എന്നാണ് കിതാബിൻ്റെ പേര്. റഫ്ഉൽ മലാം അൻ അഇമ്മത്തിൽ അഅലാം. റഫ്ഉൽ മലാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ഷേപത്തെ ഉയർത്തുക, അൻ അഇമ്മത്തിൽ അഅലാം മഹാരഥന്മാരായ പണ്ഡിതന്മാരെ തൊട്ടെന്നാണ്. അതായത് മഹാരഥന്മാരായ പണ്ഡിതന്മാർ ഓല് വലിയ പണ്ഡിതന്മാരാണ്, എന്നിട്ടെന്താ ഓല തമ്മിൽ ഇങ്ങനെ അഭിപ്രായ വ്യത്യാസം എന്നാണ്. ആ അഭിപ്രായ വ്യത്യാസം ഉണ്ടാകാൻ എന്തുണ്ട്, കാരണങ്ങളുണ്ട്. ആ കാരണങ്ങളുടെ കൂട്ടത്തിൽ ഒന്ന്, ഒരാളുടെ അടുക്കൽ ഒരു ഹദീസ് സ്വഹീഹായ അയാൾ മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ അതേ ഹദീസ് മറ്റൊരാളടുത്ത് അയാൾ എന്തായിട്ടുണ്ടാകാം, ലഈഫായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ടാകാം. അതിൽ ഒരു അഭിപ്രായം എന്തായാലും ശരിയാവുള്ളൂ.
ഒരു ഹദീസ് തന്നെ സ്വഹീഹും വൈഫും കൂടി ആവില്ല. ഒരു ഹദീസ് സഹീഹായിക്കൊണ്ട് മനസ്സിലാക്കിയിട്ടുണ്ടാകാം, എന്നാൽ അതേ ഹദീസിനെ മറ്റൊരാൾ ലൈഫായിട്ട് മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ സഹീഹായി മനസ്സിലാക്കിയ ആൾ പറയുന്നത് ഇത് സുന്നത്താണെന്ന് പറയും, ലൈഫാണെന്ന് മനസ്സിലാക്കിയ ആൾക്കാർ പറയുന്നത് അത് സുന്നത്തല്ല എന്ന് പറയും. സുന്നത്തല്ല എന്ന് പറഞ്ഞ് പിന്നെ അടുത്ത സ്റ്റെപ്പിലാണെങ്കിൽ അത് ബിദഅത്താണ്, ഈ ബിദഅത്താണെന്ന് പറയും. സുന്നത്തല്ലാത്തതെല്ലാം ബിദഅത്ത് എന്ന് എന്താക്കാൻ പറ്റില്ല, പറയാൻ പറ്റില്ല. ചിലപ്പം പറയുന്നത് ഇത് സുന്നത്താണെന്നും പറയാൻ വയ്യ, ബിദഅത്താണെന്നും പറയാൻ വയ്യാന്ന് പറയും. അങ്ങനത്തെ ഉണ്ടാവും. ഇപ്പൊ ഷാഫി മദ്ഹബിൽ സുബ്ഹിക്ക് കുനൂത്ത് ഓതുക എന്നുള്ളത് സുന്നത്താണ്. എത്രത്തോളം എന്ന് വെച്ച് കഴിഞ്ഞാൽ സുബ്ഹിക്ക് ഒരാൾ കുനൂത്ത് ഓതാൻ മറന്നു കഴിഞ്ഞാൽ അവസാനത്തിൽ എന്താക്കും, സഹുവിൻ്റെ സുജൂദ് വരെ ചെയ്യും. കാരണം ഇമാം നവവി റഹിമഹുല്ല സുബ്ഹിക്കുള്ള കുനൂത്തിൻ്റെ ഹദീസിനെ സഹീഹാണെന്ന് ഹുക്മ് പറഞ്ഞിട്ടുണ്ട്. സഹീഹാണെന്ന് ഹുക്മ് ആര് പറഞ്ഞിട്ടുണ്ട്? ഇമാം നവവി റഹിമഹുല്ല പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ മദ്ഹബ് തഖ്ലീദ് ചെയ്യുന്ന ആളുകൾ എന്താക്കും, ഇമാം നവവി റഹിമഹുല്ലയുടെ ഖൗലിനെ എടുത്തിട്ട് സുബ്ഹിക്ക് എന്താക്കും, ഒരു കുനൂത്ത് ഓതും. എന്നാൽ ആ ഹദീസിനെ ഇമാം നവവിക്ക് ശേഷമുള്ളവരും ഇമാം നവവിയുടെ മുമ്പും വന്ന പണ്ഡിതന്മാർ കൂടുതൽ ചർച്ചകൾ ചെയ്ത് ആ ചർച്ചയിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹത്താ ഫാറഖത്ത് ദുനിയ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മരിക്കുന്നത് വരേക്കും സുബ്ഹിക്ക് കുനൂത്ത് ഓതിയിരുന്നു എന്ന് വേണ ഹദീസ് അത് സഹീഹല്ല എന്ന് എന്താക്കിയിട്ടുണ്ട്, പ്രമാണബദ്ധമായി കൊണ്ട് തന്നെ സ്ഥാപിച്ചിട്ടുണ്ട്. പ്രമാണബദ്ധമായി കൊണ്ട് തന്നെ സ്ഥാപിച്ചിട്ടുണ്ട്. ആ പ്രമാണബദ്ധമായി സ്ഥാപിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ സ്വാഭാവികമാണെന്ത്, അത് സഹീഹാണെന്ന്, ആ സ്ഥാപിച്ചതാണ് ശരി എന്ന് വിശ്വസിക്കുന്ന ആളുകൾ പറയുന്നത് സുബ്ഹിക്ക് കുനൂത്ത് ഓതാൻ പാടില്ല. അതിലേറ്റവും ശരിയായ നിലപാട് ഏതാന്ന് വെച്ചാൽ ഏതന്നെയാണ്, ആ ഹദീസ് സഹീഹല്ല എന്ന നിലപാട് തന്നെയാണ് ഏറ്റവും ശരിയായ നിലപാട്. സംശയമൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ സുബ്ഹിക്ക് നമ്മളാരും എന്താക്കാൻ പോണില്ല, നമ്മൾ കുനൂത്ത് ഓതലുമില്ല, ഓതാൻ പോണുമില്ല. എന്തേ കാരണം, ആ ഹദീസ് സഹീഹല്ല. എന്നാൽ താബിഈങ്ങളുടെ കൂട്ടത്തിൽ ചിലർ പറഞ്ഞു, യാ ബുനയ്യ ഹാദിഹി ബിദ്അത്തുൻ, പൊന്നേരത്തെ മോനെ ആ പരിപാടിക്ക് വേണ്ടത് ബിദ്അത്താണ് എന്ന് താബിഈങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ട ചില പണ്ഡിതന്മാർ എന്താക്കിയിട്ടുണ്ട്, സുബ്ഹിയിലെ കുനൂത്തിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. കാരണം സുബ്ഹിക്ക് മാത്രമായിട്ട് നബി അങ്ങനെ ഒരു കുനൂത്തെ ഓതിയിട്ടില്ല. എന്നാൽ ഒരു ബിദ്അത്താണെന്ന് പറയാൻ പറ്റൂല എന്ന് ചോദിച്ചപ്പോൾ അതിൽ പണ്ഡിതന്മാർ ചർച്ച ചെയ്ത മറ്റൊരു മസ്അലയാണ് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിസ്കാരത്തിൽ കുനൂത്ത് എന്നത് മശ്റൂ ആണ്. നിസ്കാരത്തിൽ കുനൂത്ത് ഓതുക എന്നത് എന്താണ്, പ്രമാണങ്ങളിൽ സ്ഥിരപ്പെട്ടു വന്നതാണ്. അതുകൊണ്ടാണ് നാസിലത്തിൻ്റെ കുനൂത്തിൻ്റെ ഘട്ടത്തിൽ എന്താക്കുന്നത്, കുനൂത്ത് ഓതേണ്ടത്. അതുപോലെ തന്നെ വിത്റിൽ കുനൂത്തുണ്ട്. അപ്പോൾ നിസ്കാരത്തിൻ്റെ ഭാഗത്തിൽപ്പെട്ടൊരു സാധനമാണ് എന്ത്, ഇത് എന്നത്. രണ്ടാമത്തത് നബി മരിക്കുന്നത് വരെ സുബ്ഹിക്ക് കുനൂത്ത് ഓതി എന്ന് പറഞ്ഞിട്ട് എന്തുണ്ട്, താനും ഒരു അഥർ വന്നിട്ടുണ്ട്, സ്ഥിരപ്പെട്ടതല്ലെങ്കിൽ പോലും. അപ്പോൾ അതുകൊണ്ട് എന്താക്കാൻ പറ്റില്ല, ബിദ്അത്ത് എന്ന് പറയാൻ പറ്റില്ല. എന്നാൽ അതെന്തോ അല്ല, സുന്നത്തും അല്ല എന്ന് പറഞ്ഞ പണ്ഡിതന്മാരുണ്ട്. അതിൽപ്പെട്ട ആളാണ് ആധുനിക ലോകത്ത് ജീവിച്ചിരുന്ന മഹാനായ ഷെയ്ഖ് സാലിഹ് ഇബ്നുൽ ഉസൈമീൻ റഹിമഹുല്ലയെ പോലെയുള്ള ആളുകൾ. അവർ പറഞ്ഞത് ലാ നഖൂലു സുന്ന വല നഖൂലു ബിദ്അ, അത് സുന്നത്താണെന്ന് പറയാനും നമ്മളില്ല, ബിദ്അത്താണെന്ന് പറയാനും നമ്മളില്ല. നബിയുടെ ഹദി എന്തായിരുന്നാലും എന്തല്ല, കുനൂത്ത് ഓതുന്ന രീതിയായിരുന്നില്ല എന്ന് കൃത്യമായി കൊണ്ട് തന്നെ പറയുന്ന സാഹചര്യം ഉണ്ടായി. അപ്പോൾ അത്തരം കാര്യങ്ങളെ നമ്മൾ ആ നിലക്കന്നെ കാണണം. ആ നിലക്കന്നെ കാണുന്ന പറഞ്ഞാൽ ഹദീസിൽ എന്താണ് സ്ഥിരപ്പെട്ടത്, ആ സ്ഥിരപ്പെട്ടത് എടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ നമ്മൾ ചോദിക്കണത്, ഇപ്പം നമുക്കിപ്പോൾ എങ്ങനെ ഇപ്പോൾ ഹദീസ് സഹീഹാണോ ലൈഫാണെന്നൊക്കെ ഇപ്പോൾ നമുക്കറിയാം. സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഹദീസ് സഹീഹാണോ ലൈഫാണോ എന്നൊക്കെ എങ്ങനെ ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയാമെന്നാണ് അടുത്ത ചർച്ച വരിക. അവിടെയാണ് പിന്നെ അതിൽ ചെയ്യാവുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ആരെയാണോ വിശ്വസ്തരായി കൊണ്ട് കാണുന്ന പണ്ഡിതന്മാർ, ആ പണ്ഡിതന്മാർ പിന്നെ അതിലെന്താ പറയേണ്ടത് നോക്കാന്നല്ല. അദ്ദേഹം പറയണ ഹദീസ് ലൈഫാണ് എന്ന് പറഞ്ഞാൽ പിന്നെ നമ്മൾ അതിൻ്റെ കൂടെ നിൽക്കാന്നല്ലാതെ വേറെ എന്തില്ല, നിർവാഹമല്ല. അല്ലെങ്കിൽ അദ്ദേഹം പറയണ ഹദീസ് സഹീഹാണ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ കൂടെ നിൽക്കാന്നല്ലാതെ നമുക്ക് സഹീഹും ലഈഫും നേരിട്ട് വേർതിരിക്കാൻ കഴിയുന്ന ഒരു കാലഘട്ടം വരുന്നവരെ അതങ്ങനെ തന്നെ നിൽക്കാൻ പറ്റുള്ളൂ. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരസുഖം വന്നു, നമ്മൾ ഡോക്ടറെ അടുത്ത് പോയി, ഡോക്ടർ പറഞ്ഞു ഇന്ന അസുഖമാണ്, എന്നാൽ പിന്നെ എന്താക്കും, മൂപ്പര് എഴുതി തന്ന മരുന്ന് നമ്മൾ വാങ്ങിക്കാണ്ട് വന്ന് കുടിക്കുക എന്നല്ലാതെ നമ്മളെന്താക്കാറില്ല. ഈ മരുന്ന് തന്നെ ഇപ്പം അതൊന്നും നോക്കലില്ല. നമ്മൾ ഡോക്ടറാണ്, കാലം ഉണ്ടാകുമ്പോൾ നമുക്ക് എന്തൊക്കെ നോക്കാം, ആ മരുന്ന് തന്നെ ഇക്കാരല്ലേ ഇത് എന്ന് നമുക്ക് ആ മരുന്നിനെ കുറിച്ച് കൂടുതൽ അറിയാനുള്ള വഴികളും മറ്റേഞ്ഞിപ്പോൾ എന്താ ഉണ്ടാകുക, ഏറി പോയി കഴിഞ്ഞാൽ നമ്മളൊന്ന് ഗൂഗിൾ ചെയ്ത് നോക്കും ആ മരുന്നിൻ്റെ പേരും. അപ്പോൾ ചിലപ്പോൾ അതിൻ്റെ ഉപകാരത്തിനേക്കാളും കൂടുതൽ സൈഡ് എഫക്റ്റ് കാര്യം കാണുക, പിന്നെ കുടിച്ചാൻ തോന്നുന്നില്ല. അപ്പോൾ പിന്നെ എന്താ ഉണ്ടാകുക എന്ന് വെച്ച് കഴിഞ്ഞാൽ
മരുന്ന് കുടിച്ചാതെ ഉള്ള സോക്കട് പിന്നെയും കൂടുന്ന അവസ്ഥ ഉണ്ടാകുക. എന്നാൽ അത് നോക്കിയിട്ടില്ലെങ്കിൽ എന്താ ഉണ്ടാകാൻ പോകേണ്ടത്? അത് മൂപ്പര് പറഞ്ഞതിനെ കുടിച്ചാണ് ചിലപ്പോൾ മാറിപ്പോയി എന്നും വരും, പാഴത്തക്കല്ലായില്ല. ഇങ്ങനത്തെ അവസ്ഥകളുണ്ടാവും. അപ്പോൾ അവിടെ വിശ്വാസയോഗ്യരായിട്ടുള്ള പണ്ഡിതന്മാരുടെ കൗലുകളെ എടുക്കുക എന്നുള്ളതാണ് എന്താക്കാറുള്ളത് നമുക്ക് ആ വിഷയത്തിൽ ചെയ്യാവുന്നത്. കാരണം നമ്മുടെ മതമാണ് നമ്മൾ സ്വീകരിക്കുന്നത്. ആ മതം സ്വീകരിക്കുമ്പോൾ അത് ആരെങ്കിലും അടുത്തുനിന്ന് സ്വീകരിക്കുക എന്നുള്ള എന്താവില്ല, പറ്റൂല. ഈ പറഞ്ഞ പോലെ വിശ്വാസയോഗ്യന്മാർ ആകണം അവർ എന്നതാണ് ആ വിഷയത്തിൽ നമ്മൾ സ്വീകരിക്കേണ്ട നിലപാട്. പിന്നെ അഭിപ്രായ ഭിന്നതകൾ വരാനുള്ള മറ്റൊരു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരേ പദത്തിന് തന്നെ രണ്ടർത്ഥങ്ങളുണ്ടാവും ഭാഷയിൽ. ഇപ്പം അതിൽപ്പെട്ടൊരു സംഭവമാണ് ഇപ്പോൾ സലാസത്ത് ഖുറൂ. ഇപ്പോൾ ആർത്തവ, അതായത് ഒരു എന്താണ് പറയുക, ഒരാൾ ഒരു ഭാര്യയെ തലാക്ക് ചൊല്ലിക്കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അവൾ ഇദ്ദ ആചരിക്കണം, ഇദ്ദ അനുഷ്ഠിക്കണം. അത് എങ്ങനെ അനുഷ്ഠിക്കണം, എത്ര കാലം അനുഷ്ഠിക്കണം എന്നുള്ളിടത്ത് ഖുർആൻ പറഞ്ഞത് സലാസത്ത് ഖുറൂ എന്നാണ്. സലാസത്ത് ഖുറൂ, 3 ഖുറൂ എന്നാണ് പറഞ്ഞത്. ഈ ഖുറൂ എന്നുള്ള പദത്തിന് ശുദ്ധി കാലയളവ് എന്ന് അർത്ഥമുണ്ട്, അശുദ്ധി കാലയളവ് എന്നും അർത്ഥമുണ്ട്. അത് 3 ശുദ്ധി കാലയളവാണ് ഇരിക്കേണ്ടതെന്ന് പറഞ്ഞ പണ്ഡിതന്മാരെയും കാണാൻ പറ്റും. 3 ആർത്തവം ഉണ്ടാവുന്ന കാലയളവാണ് എന്താക്കേണ്ടത്, കാത്തിരിക്കേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ട്. രണ്ടർത്ഥം അതിനുണ്ട്. നിബന്ധ കാട്ടുക. അപ്പോൾ എണ്ണാൻ പറ്റുന്നത് എന്ത് എന്നതാണ് ഒരു വിഭാഗം ആൾക്കാർ ചർച്ച ചെയ്തത്. അപ്പോൾ എണ്ണി തിട്ടപ്പെടുത്താൻ കഴിയുക എന്നുള്ളത് ആർത്തവത്തിൻ്റെ കാലയളവാണ് എന്ന് പറഞ്ഞ ആളുകൾ എന്താക്കി, വഹ്സുൽ ഇദ്ദത, നിങ്ങൾ ആ അതിനെന്താക്കുക, എണ്ണിക്കണക്കാക്കുക. ഇദാ തൊല്ലക്തുമുൻ നിസാഅ ഫതൊല്ലിഖൂഹുന്ന ലിഇദ്ദതിഹിന്ന, വഹ്സുൽ ഇദ്ദ എന്ന് പറഞ്ഞെടുത്ത് ലിഇദ്ദതിഹിന്ന എന്ന് പറഞ്ഞത് അത് എന്താണ്, ശുദ്ധിയെ ആണ് എണ്ണിക്കണക്കാക്കാൻ പറ്റുകയെന്ന് പറഞ്ഞവനുണ്ട്, അല്ല ശുദ്ധിയാണ് എന്ന് പറഞ്ഞ ആൾക്കാരുണ്ട്. അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒന്ന് സ്വീകരിക്കല്ല എന്തില്ല, നിർവാഹമില്ല. ഇതൊക്കെ ഇനി ഒന്നായിട്ട് ഇനി എന്താകാൻ പറ്റുള്ളൂ, തീരുമാനമാവുള്ളൂ എന്ന് പറഞ്ഞാൽ ഏറ്റവും നടക്കാനും പോണില്ല. അപ്പോൾ അത്തരം ഘട്ടങ്ങളിലാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു നാട്ടിൽ മെജോറിറ്റി ആയിക്കൊണ്ട്, ഇതൊക്കെ അഹ്ലുസുന്നയുടെ അഭിപ്രായം തന്നെയാണ്. അപ്പോൾ ഒരു നാട്ടിൽ മെജോറിറ്റി ആയിക്കൊണ്ട് അഹ്ലുസുന്നയുടെ മദ്ഹബുകളുടെ കൂട്ടത്തിൽ ഏത് മദ്ഹബാണോ ഉള്ളത് ആ മദ്ഹബിലെ അഭിപ്രായം എടുക്കുക എന്നുള്ളതാണ് എന്ത് അവിടെ അപ്പം ചെയ്യേണ്ടത്. മറ്റെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഖിലാഫ് ഉണ്ടാവും. ഇപ്പോൾ അനന്തരാവകാശ നിയമത്തിലേക്ക് വരികയാണെങ്കിൽ, അനന്തരാവകാശ നിയമത്തിൽ ഇങ്ങനെ മദ്ഹബുകൾക്കിടയിൽ ഖിലാഫുള്ള കുറച്ച് വിഷയങ്ങളുണ്ട്. അപ്പോൾ അത് ഇജ്തിഹാദിയായ മസ്അലകളാണ്. പ്രത്യേകിച്ചും ജദ്ദു മഅൽ ഇഖ്വ എന്ന് പറഞ്ഞൊരു മസ്അല ഉണ്ട്. ജദ്ദു മഅൽ ഇഖ്വ എന്ന് പറഞ്ഞാൽ ഒരാൾ മരിച്ച സമയത്ത് അയാൾക്ക് വെല്ലിപ്പിയുണ്ട്, ബാപ്പല്ല വെല്ലിപ്പുണ്ട്. പിന്നെ അയാൾക്ക് എന്തുണ്ട്, സഹോദരന്മാരും സഹോദരിമാരും ഉണ്ട്. സഹോദരന്മാരും വെല്ലിപ്പിയാണ് ജീവിച്ചിരിക്കുന്നത്. ഹംബലി മദ്ഹബ് പ്രകാരം ഒറ്റയടിക്ക് ഉത്തരം, സഹോദരന്മാർക്കും സഹോദരിമാർക്കും സ്വത്തിട്ടില്ല, നേരെ എന്താക്കും, വെല്ലിപ്പാക്കാണ് സ്വത്തിട്ട. കാരണം വെല്ലിപ്പ എന്നുള്ള ബാപ്പാൻ്റെ സ്ഥാനത്താണ്. ബാപ്പ ഉണ്ടാകുമ്പോൾ എന്താവില്ല, ആ ബാപ്പാൻ്റെ മക്കൾക്കാർക്കും സ്വത്തിട്ടില്ല, ബാപ്പാക്കേ എന്തിട്ടുള്ളൂ, സ്വത്തിട്ടുള്ളൂ. സംശയമൊന്നുമില്ലല്ലോ. ബാപ്പ ഉണ്ടാകുമ്പോൾ ബാപ്പാക്ക് സ്വത്തിട്ടുള്ളൂ, ബാപ്പാൻ്റെ മക്കൾക്ക് കിട്ടൂല. എൻ്റെ വാപ്പ ജീവിച്ചിരിപ്പുണ്ട്, ഞാൻ മരിച്ചു, എൻ്റെ സഹോദരന്മാരും ജീവിച്ചിരിപ്പുണ്ട് എങ്കിൽ എൻ്റെ സ്വത്തിൽ നിന്ന് എൻ്റെ വാപ്പാക്കേ കിട്ടുള്ളൂ, ആർക്ക് കിട്ടൂല, എൻ്റെ സഹോദരന്മാർക്ക് കിട്ടൂല. എൻ്റെ വാപ്പാക്കും എൻ്റെ മക്കൾക്കേ കിട്ടുള്ളൂ, എൻ്റെ സഹോദരന്മാർക്ക് കിട്ടൂല. അപ്പോൾ വാപ്പല്ലെങ്കിൽ പിന്നെ വാപ്പാൻ്റെ മേലത്തെ വാപ്പാരെ ചായക്കെ കിട്ടുള്ളൂ എന്നുള്ളതാണ് അസുല്. എന്നാൽ ഷാഫി മദ്ഹബിക്കൊക്കെ വന്നു കഴിഞ്ഞാൽ എന്താവും, അത് സഹോദരന്മാർക്കും കിട്ടും. സഹോദരന്മാർക്ക് കിട്ടുമ്പോൾ വെല്ലിപ്പാനെ എങ്ങനെ കാണണം? അപ്പോൾ വെല്ലിപ്പാനെ കാണേണ്ടത് സഹോദരന്മാരെ കൂട്ടത്തിൽപ്പെട്ട ഒരാളായിക്കൊണ്ട് കാണണം എന്നാണ്. അങ്ങനെ കാണുമ്പോൾ തന്നെ വെല്ലിപ്പാൻ്റെ സ്വത്ത് എന്താൻ പാടില്ല, കുറയാനും പാടില്ല. അപ്പം അതിന് ഒരു കുറേ നിയമം ഉണ്ടാക്കി. അത് വെല്ലിപ്പാക്ക് കിട്ടും എന്ന് പറഞ്ഞ ആൾക്കാർ തന്നെ വ്യത്യസ്തങ്ങളായ രീതികളാണ് പറഞ്ഞത്. വെല്ലിപ്പാക്ക് 1/3 കിട്ടൽ ഹൈറാവുന്ന രീതിയുണ്ട്. വെല്ലിപ്പാവിൻ്റെയും സ്വത്തും അതേപോലെ തന്നെ ബാക്കിയുള്ള സ്വത്തും ഒരേപോലെ വീതിച്ചെടുക്കുന്നത് ഹൈറാകുന്ന രീതികളുണ്ട്. 1/6 കിട്ടുന്ന രീതികളുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടി വരുമ്പോൾ നേരെ ഇവിടെ വന്നപ്പോൾ ഇങ്ങനത്തെ ഒരു മസ്അല വന്നു. മസ്അല എന്നപ്പോൾ ഞാൻ ഹംബലിയാണ്, അതുകൊണ്ട് നിങ്ങൾക്കൊന്നും സഹോദരന്മാർക്കൊന്നും സ്വത്ത് കിട്ടില്ല, പോയാടെ അവിടെ നിന്ന് പറഞ്ഞാണ്ട് എന്താക്കി വെല്ലിപ്പാക്ക് സ്വത്ത് കൊടുത്തു കഴിഞ്ഞാൽ വെല്ലിപ്പൽപ്പം എൻ്റെ ഒപ്പം നിൽക്കുകയും കാരം. ഈ ബാക്കിയുള്ള സഹോദരന്മാരെല്ലാവരും കൂടി എന്താക്കും, ഇങ്ങേപ്പുറത്ത് വേറെ മുതലെടുത്തേക്ക് ഫത്ത് പോക്ക് പോകും. അപ്പം എന്താവും, മൂപ്പേരെ അല്ലല്ലോ ഇതിങ്ങനെയും കിട്ടുമല്ലോ എന്നറിയും.
അപ്പോൾ സ്വാഭാവികമായിട്ട് സമൂഹത്തിൽ എന്തുണ്ടാവും? അഭിപ്രായ ഭിന്നതകളുണ്ടാവും, ഖിലാഫുകളുണ്ടാവും. അങ്ങനത്തെ ഒരു അഭിപ്രായ ഭിന്നതയിലേക്ക് സമൂഹത്തെ കൊണ്ടുപോകാൻ പാടില്ല എന്നത് ഫുഖഹാക്കളൊക്കെ പറയുന്ന കാര്യമാണ്. അതായത് ഒരു നാട്ടിൽ അഹ്ലുസുന്നയുടെ അഭിപ്രായമായി കൊണ്ട് ഇജ്തിഹാദി മസ്അലകളുടെ കൂട്ടത്തിലെ ഒരു മസ്അല, അതല്ല പ്രമാണത്തിൽ സ്ഥിരപ്പെട്ടു വന്ന സംഭവമല്ല, ഇജ്തിഹാദി മസ്അലകളുടെ കൂട്ടത്തിലെ ഒരു മസ്അല, അത് ആ നാട്ടിൽ അഭിപ്രായ ഭിന്നത ഇല്ലാത്ത രൂപത്തിൽ സമൂഹം എന്താക്കുന്നുണ്ട്, അത് എടുത്തു പോന്നുകൊണ്ടിരിക്കുന്ന ഒരു സാധനമാണെങ്കിൽ പിന്നെ അവിടെ എന്താക്കാൻ പാടില്ല, വേറൊരു മസ്അല ആ ഇതിൽ തന്നെയുള്ള വേറൊരു ഖിലാഫ് കൊണ്ടുവരരുത്. കാരണം ഈ ഖിലാഫ് ഉള്ളത് ആർക്കേ അറിയുള്ളൂ? പണ്ഡിതന്മാർക്കേ അറിയുള്ളൂ. സമൂഹത്തിൻ്റെ ഇടയിൽ അതെന്തില്ല, മസ്അല ഖിലാഫിയല്ല. അപ്പം അതുകൊണ്ട് തന്നെ അത്തരം കാര്യങ്ങൾ എന്താക്കരുത്, വെറുതെ പുറത്തേക്ക് എടുത്തിടരുത് എന്നാണ്. അങ്ങനത്തെ സാധനങ്ങൾ പുറത്ത് കണ്ട് എടുത്തിട്ട് കഴിഞ്ഞാൽ ഉണ്ടാകാൻ പോകേണ്ടതെന്ന് വെച്ചാൽ തല്ലോട് തല്ലും കൂട്ടത്തല്ലും, അവസാനം ഒരു ഫായിദറ്റ് അതുകൊണ്ട് ഉണ്ടാവില്ല. അവസാനം എന്തായി, ഒരു പള്ളിക്ക് തന്നെ നിസ്കരിക്കുന്ന ആൾക്കാർ രണ്ട് കോലത്തിലായി തിരിഞ്ഞു പോണ അവസ്ഥ ഉണ്ടായി. ആ ഇമാമിനെ തുടരാൻ പറ്റില്ല, അവന് മറ്റവനാണ്, ഇവനാണ് എന്നൊക്കെയുള്ള ചർച്ചയിലേക്ക് പോകും. ഇങ്ങനത്തെ അവസ്ഥകളുണ്ട്. അതിനൊരിക്കലും എന്താക്കാൻ പറ്റില്ല, പ്രോത്സാഹിപ്പിക്കാൻ പറ്റുകയില്ല. പിന്നെ ഈ വിഷയത്തിലൊക്കെ നമ്മൾ അറിയേണ്ടത് എന്താ വെച്ചാൽ, നമ്മളാരും മതവിധി പറയാൻ മാത്രം യോഗ്യരല്ല. ഇത് നമ്മൾ ആദ്യം തിരിച്ചറിഞ്ഞാൽ മതി. നമ്മുടെ അടുത്തേക്ക് എന്നാണ്ട് ആരെങ്കിലും വല്ല മസ്അലും ചോദിക്കേണ്ടി പറയാം, ഞാൻ എൻ്റെ ആരുമല്ല, ഇനി വേണമെങ്കിൽ എന്തായിക്കാളെ ഏറ്റവും ചുരുങ്ങി നമുക്ക് എന്താ പറയുക, പീസ് റേഡിയോയിൽ അല്ലിജാബിക്ക് ചോദിച്ചാളി എന്ന് പറഞ്ഞാൽ മതി. നമ്മളിത് പറയാൻ പോകുമ്പോഴാണ് നമ്മളെ ഒക്കെയുള്ള വിവരം കിട്ടാനും അതിമ തർക്കിക്കാനും തന്നെ കാര്യം മറ്റൊന്നും ചോദിക്കുന്നുണ്ട്. ഓൻ്റെ കയ്യിൽ വേറെ പുതിയ മസ്അല കിട്ടിയിട്ടുണ്ടാവും. അപ്പോൾ ഓൻ എന്താക്കണം, എങ്ങനെയെങ്കിലും ഇത് പറഞ്ഞു തുടങ്ങണം. അതിനിപ്പോൾ എന്ത് വേണം, ഒരാളെ കിട്ടിയിട്ട് വേണം. അപ്പോഴാണ് നമ്മളെന്താക്കുന്നുണ്ട്, അവിടെ പോയി കാണാൻ തലച്ചു കൊടുക്കുന്നുണ്ട്. ആ പരിപാടിക്ക് എന്താക്കരുത്, നിൽക്കരുത്. കാരണം നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതുകൊണ്ട് ഇസ്ലാമിന് ഇസ്സത്തല്ല ഉണ്ടാകാൻ പോകുന്നത്, വില്ലത്താണെന്നുള്ള കാര്യം എന്താക്കുക നമ്മൾ മനസ്സിലാക്കണം. മതം ചർച്ച ചെയ്യേണ്ടത് മതപ്രമാണങ്ങളെക്കുറിച്ച് കൃത്യമായി ധാരണയുള്ളവർ മാത്രമാകണം എന്നതാണ് നമ്മൾ ആ വിഷയത്തിൽ അടിസ്ഥാനപരമായി കൊണ്ട് അറിഞ്ഞിരിക്കേണ്ട പാഠം. പിന്നെ ചിലപ്പോൾ എന്താവെന്ന് വെച്ചാൽ, പിന്നെ ഖിലാഫിനുള്ള കാരണം എന്ന് വെച്ചാൽ, പണ്ഡിതന്മാരാണ്, മനുഷ്യന്മാരാണ്, ചിലപ്പോൾ എന്തായിട്ടുണ്ടാവും, പഠിച്ച കാര്യം മറന്നു പോയിട്ടുണ്ടാവും. ഉമർ റളിയല്ലാഹുവിൻ്റെ വിഷയത്തിൽ അങ്ങനെ ഒരു സംഭവം ഉണ്ടായി. അമ്മാർ റളിയല്ലാഹു അൻഹുവും മറ്റൊരു സഹാബിയും കൂടി ഒരു യാത്ര ചെയ്യണ സമയത്ത് അമ്മാർ റളിയല്ലാഹു അൻഹുവിന് ജനാബത്തുണ്ടായി. അദ്ദേഹം എന്തായി, അമ്മാർ റളിയല്ലാഹു അൻഹു അല്ല, കൂടെ ഉണ്ടായിരുന്ന സഹാബിക്ക് ജനാബത്തുണ്ടായി. അങ്ങനെ ജനാബത്തുണ്ടായി, വെള്ളം കിട്ടിയില്ല. വെള്ളം കിട്ടാതായപ്പോൾ എന്തായി, ഇദ്ദേഹം തേമത്തിൻ്റെ ബാവിൽ ഒന്നായിട്ട് മണ്ണ് കിടന്നാട് ഉരുണ്ട്. കാരണം ഒന്നുണ്ടാക്കണീനാണല്ലോ എന്ത് പറഞ്ഞത്, കയ്യും മുഖവും തടവാന്നുള്ളത് പറഞ്ഞത്. അപ്പോൾ കുളിക്കേണ്ടതായതുകൊണ്ട് മൂപ്പര് ജിത്തിയാതെ ഏതാണ് എന്താക്കി, മണ്ണിൽ കിടന്നാണ്ട് ഒരു ഉരുണ്ടപ്പോൾ അമ്മാർ റളിയല്ലാഹു അൻഹു പറഞ്ഞ് അങ്ങനെയൊന്നും വേണ്ട. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും ഞാനും ഉമർ റളിയല്ലാഹു അൻഹു ഒരിക്കൽ യാത്ര ചെയ്യണ സമയത്ത് എനിക്ക് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായപ്പോൾ നബിൻ്റെ അടുത്ത് വന്ന് ചോദിച്ചപ്പോൾ നബി പറഞ്ഞ എന്താണ്, ഇങ്ങനെ ചെയ്താൽ മതി എന്നാണ്, ഇങ്ങനെ ചെയ്തിട്ടുണ്ട് പറഞ്ഞു. അതായത് കൈ ഭൂമിയിലടിച്ചു, എന്നിട്ട് പൊടി തട്ടിയിട്ട് മുഖവും കയ്യും എന്താക്കി തടവണ രീതി, ഇത്ര ചെയ്താൽ മതി, ഹാദാ യക്ഫീഖ് എന്ന് നബി പറഞ്ഞിട്ടുണ്ട്, ഉമറുണ്ട് എൻ്റെ ഒപ്പം എന്ന് പറഞ്ഞു. അങ്ങനെ ഇവർ രണ്ടാളും കൂടി ഉമർ റളിയല്ലാഹു അൻഹു അടുത്ത് വന്ന് അങ്ങനെ ഉമർ റളിയല്ലാഹു അൻഹു നിങ്ങൾക്ക് അങ്ങനത്തെ സംഭവം തന്നെ ഓർമ്മയില്ല, വെറുതെ പറയണം അമ്മാർ പറഞ്ഞു. അമ്മാർ റളിയല്ലാഹു അൻഹു പറയണത്, ഞാനും ഉമറും കൂടി എന്താണ് യാത്ര ചെയ്യുമ്പോഴാണ് എനിക്ക് ഉണ്ടായത്, എന്നിട്ട് നബി ഞങ്ങളോട് ഇങ്ങനെ പറഞ്ഞു. അതിൽ എന്നിട്ട് അമ്മാർ റളിയല്ലാഹു അൻഹുവിനോട് ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, എൻ്റെ പേരിൽ ഫിത്ന ഉണ്ടാക്കരുത് കേട്ടാന്ന് പറഞ്ഞു. അപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, നിങ്ങൾ ഖലീഫ എന്നുള്ള നിലക്കാണോ പറയേണ്ടത്, അതല്ല ഉമർ എന്നുള്ള നിലക്കാണോ പറയേണ്ടത്? അപ്പം ജന്തച്ച കാട്ടിക്കാളുക. കാരണം നബി പറഞ്ഞു എന്ന് അമ്മാർ എന്തായാലും പൊള്ളു പറയില്ല. എന്നാൽ ഉമറിനെയും കൂടി കൂട്ടി പറഞ്ഞപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു അങ്ങനെ സംഭവം യാത്ര ചെയ്തത് തന്നെ ഓർമ്മയില്ല, എന്താ കാട്ടണ്. ഇപ്പം നമ്മളെ വീട്ടിൽ തന്നെ എന്തുണ്ടാവും, ചിലപ്പോൾ ഒരു സാധനം എടുത്തൊക്കെ നമ്മൾ പോക്കറ്റിൽ വെച്ചിട്ടുണ്ടാവും, എന്നിട്ട് ചിലപ്പോൾ കണ്ണടി തന്നെ കാരണം മുഖത്ത് വെച്ചിട്ടുണ്ടാവും, അങ്ങനെ തരയുണ്ടാവും. ഒരു ഭാര്യനോട് ചോദിച്ചു അത് എവിടെ അതോടെ, ഇപ്പം ഭാര്യ വെച്ചിട്ടുണ്ടെങ്കിൽ എന്ത് ഇവിടെ നിങ്ങൾ ചോദിച്ചിട്ടുണ്ട്, അതോടെ എന്നല്ല എന്നോട് ഞാൻ ചോദിച്ചെന്ന് ചോദിച്ചു. അപ്പം നിങ്ങളാ അതൊന്ന് പറഞ്ഞരീന്ന് പറയും. എൻ്റെ കണ്ണടയുടെ വെച്ചാൽ നിങ്ങളെ മുഖത്തന്നെ അല്ലേ മനസ്സാന്ന് പറയുമ്പോഴാണ് അല്ലല്ല അറിയാം. അപ്പോൾ ഈ ഓർമ്മക്കേട് എന്ന് പറയേണ്ടത് മനുഷ്യന്മാർക്ക് ഉണ്ടാകുന്ന സാധനമാണ്. അങ്ങനെ ഓർമ്മയില്ലാത്തതിൻ്റെ പേരിലും എന്തുണ്ടാകാം, ഇങ്ങനത്തെ സംഭവങ്ങൾ ഖിലാഫ് വരാം. ഉമർ റളിയല്ലാഹു അൻഹുവിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ അഭിപ്രായ പ്രകാരം
ജനാപത്ത് ഉണ്ടായിക്കഴിഞ്ഞാൽ വെള്ളം കിട്ടി കുളിച്ചെന്നെ വേണം, തേമം ചെയ്താൽ മതിയാവൂല എന്നൊരഭിപ്രായം ഉമർ റളിയല്ലാഹുവിൻ്റെ പേരിൽ ഇതിൻ്റെ പേരിൽ എന്താക്കിയിട്ടുണ്ട്, പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയത് കാണാൻ പറ്റും. പക്ഷെ അതെന്താണ്, എതിരാണ്. കാരണം ഹദീസ് ഇവിടെ ഉമർ റളിയല്ലാഹുവിൻ്റെ വിഷയത്തിൽ എന്തായിട്ടുണ്ട്, അത് സരീഹായി വന്നത് കൊണ്ട് തന്നെ അതാണ് അവിടെ എന്താക്കിയത്, പ്രബലമായി വന്നതും മാത്രവുമല്ല അത് വെച്ചുകൊണ്ട് പിന്നീട് ഉലമാക്കൾ അമല് ചെയ്തത് ഇഷ്ടംപോലെ വന്നിട്ടുണ്ട്. ആ ഉമർ റളിയല്ലാഹുവിൻ്റെ മദ്ഹബ് അതാണ്. എനിക്ക് ജനാപത്ത് ഉണ്ടായിക്കണം, ഇനി കുളിച്ചാൽ വെള്ളം കിട്ടിയിട്ടില്ല, കിട്ടട്ടെ എന്നിട്ട് സുബഹി കയറിച്ചാൽ നിൽക്കാൻ പറ്റുമോ? പറ്റില്ല. അവിടെയാണ് വിഷയങ്ങൾ. അപ്പം ഇങ്ങനെയുള്ള ഖിലാഫുകളായിക്കൊണ്ട് തന്നെ കണ്ട് മനസ്സിലാക്കിയിട്ട് എന്താക്കാൻ കഴിയണം, നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയണം. അതിന് കുറച്ചെന്താക്കണം, ഒരു വിശാലത ഉണ്ടാകണം. ഏറ്റവും ചുരുങ്ങിയത് ഒരു സാധനം പുതിയത് കേൾക്കുമ്പോൾ അത് ഉണ്ടോ എന്ന് അന്വേഷിക്കാനുള്ളൊരു മനസ്സാദ്യം ഉണ്ടാവണം. അത് എന്നിട്ട് എന്താക്കണം, പഠിച്ച ആളുകളടുത്ത് പോയിട്ട് അന്വേഷിക്കണം. ഞാൻ ഇങ്ങനെ ഒരു മസാല കേട്ട് ഉള്ളതാണോ? അപ്പോൾ പഠിച്ച ആളുകൾ എന്താക്കും, ഉള്ളതാണെങ്കിൽ ഉള്ളതാണെന്ന് പറയും, ഇല്ലാത്തതാണെങ്കിൽ ഇല്ലാത്തതാണെന്ന് പറയും. ഇല്ലാത്തതാണെന്ന് പറയണമെങ്കിൽ എൻ്റെ പ്രമാണം കൂടി എന്താക്കുക, വാങ്ങിയിട്ട് മറ്റവർക്ക് അയച്ചു കൊടുക്കുക. എന്ത്, ജിന്നോട് പറഞ്ഞ സാധനം ഞാൻ പഠിച്ചു നോക്കി, അല്ലെങ്കിൽ ഞാൻ ആളോട് ചോദിച്ചു നോക്കി, അപ്പോൾ അയാൾ പറഞ്ഞ ഇങ്ങനെയാണ്, അപ്പോൾ തൽക്കാലം ഇപ്പം ഞാൻ എടുക്കണ മയത്തിൻ്റെ അടുത്ത് പോകാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. മാത്രമല്ല ഇജുമാണ് ഞാൻ തിരുത്തിക്കാൾ എന്ന് പറഞ്ഞാൽ എന്താക്കിയാൽ മതി, കഴിഞ്ഞു. കഴിഞ്ഞു. ഇനി പിന്നെ അയിമേൽ എന്തും ചെയ്യാം, നമ്മളൊരു ചർച്ചയ്ക്ക് നിൽക്കുക, സംവാദത്തിന് വരിക, അങ്ങനത്തെ ഏർപ്പാടൊന്നുമില്ല. കാരണം ഇതൊന്നും ഒരു സംവാദം നടത്താൻ മാത്രമുള്ള കേസ് ഇല്ല. കാരണം ഫിഖിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ലന്നിയ് ഖത്ഈ എന്ന് പറഞ്ഞിട്ട് നമുക്ക് പ്രമാണങ്ങളെ രണ്ടായി തിരിക്കാൻ പറ്റും. അതാണ് ഇതിൽ ഏറ്റവും വലിയ പ്രശ്നം. ഖത്ഈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ നിന്ന് അതേ കിട്ടുള്ളൂ, ഞങ്ങപ്പുറത്തേക്ക് കിട്ടാനൊന്നുമില്ല. കുത്തിബ അലൈക്കും സിയാം എന്ന് പറഞ്ഞാൽ സിയാം നിർബന്ധമാണ് തന്നെ കിട്ടുള്ളൂ, സുന്നത്താണെന്ന് അതിന് കിട്ടൂല. അപ്പം ഇനി റമദാൻ മാസം നോമ്പ് എടുക്കൽ സുന്നത്താണോ അല്ലെങ്കിൽ ഫർളാണോ എന്ന് ചർച്ച ചെയ്യണതിൽ അർത്ഥമില്ല, ചർച്ചയില്ല. അതേ സമയത്ത് ചിലതിൽ നിന്ന് അങ്ങനെയല്ല കിട്ടുക, ചിലതിൽ നിന്ന് അത് അങ്ങനെയും കിട്ടാൻ സാധ്യതയുണ്ട്, ഇങ്ങനെയും കിട്ടാൻ സാധ്യതയുണ്ട്. അതാണ് നേരത്തെ പറഞ്ഞത് സലാസത്ത് ഖുറൂ എന്ന് പറഞ്ഞപ്പോൾ അശുദ്ധി കാലയളവ് എന്ന് കിട്ടാനും സാധ്യതയുണ്ട്, ശുദ്ധി കാലയളവ് എന്ന് കിട്ടാനും സാധ്യതയുണ്ട്. പിന്നെ ആര് പറഞ്ഞ ന്യായത്തിനാണ് കൂടുതൽ ശരി എന്ന് എന്താക്കിനെ വകുപ്പുള്ളൂ, ചർച്ച ചെയ്യാനേ വകുപ്പുള്ളൂ. അങ്ങനെ മസ്അല ഇജ്തിഹാദിയാണെന്ന് ഉറപ്പായി കഴിഞ്ഞാൽ ഞാൻ പറയുന്നത് എത്ര കണ്ട് ശരിയാണ് മറ്റോ പറയേണ്ടതെന്ന് എന്താക്കണം, വിശ്വസിക്കണം. താൻ പറഞ്ഞത് എത്ര കണ്ട് തെറ്റാകാൻ സാധ്യതയുണ്ട് അത്ര കണ്ട് തെറ്റാകാൻ സാധ്യത മറ്റൊൻ്റെതിനും ഉണ്ട്. കാരണം എന്താണ്, രണ്ടും അവനവൻ്റെ കയ്യിലുള്ള അറിവ് വെച്ചുകൊണ്ടാണ് എന്തായിട്ടുള്ളത്, ഇജ്തിഹാദ് ചെയ്തിട്ടുള്ളത് എന്നാണ്. അതെ, അല്ല, അവിടെയാണ് ഹംബലി മദ്ഹബിൽ പറഞ്ഞു വേറെ ചർച്ചന്റെ ആവശ്യമില്ല, അത് മതി എന്ന് പറഞ്ഞു. അല്ലല്ല, അല്ല വംസഹു അവിടെയുള്ള പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹദീസ്, അതായത് ഖുർആനിൽ എന്താ വന്നത്, അതിലെന്താ പറഞ്ഞത്, ഇദാ ഖുംതും ഇല സ്വലാത്തി ഫഅസിലു ഉജൂഹക്കും വ ഐദിയക്കും ഫംസഹു ബി റുഊസിക്കും എന്നാണ്. നിങ്ങളെ തല നിങ്ങൾ തടവാന്നേ പറഞ്ഞിട്ടുള്ളൂ, ഖുർആനിൽ അത്രേ പറഞ്ഞിട്ടുള്ളൂ. മദ്ഹബുകളിൽ ഖുർആൻ ഒറ്റ മിനിറ്റേക്കും അല്ല, ഒന്നാം പ്രമാണം ഖുർആനിൽ എന്തേ പറഞ്ഞിട്ടുള്ളൂ, തല തടവാന്ന. ഇനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കാണിച്ചു തന്നത് മുഴുവനും വാജിബാണോ? എന്നാ പിന്നെ ഇത് വാജിബാണെന്നപ്പോൾ നിങ്ങൾ എങ്ങനെ പറയാ? അല്ല, വാജിബല്ല എന്ന് പറഞ്ഞാൽ പിന്നെ സുന്നത്തായി. ആ സുന്നത്തിൽ പിന്നെ അപ്പോൾ എത്ര വരെ ആകണം ഇത് തല എന്ന് പറയണമെങ്കിൽ? ചർച്ച ഇല്ല എന്ന് പറയാൻ പറ്റൂല എന്ന്. അവിടെയാണെന്ന് പറഞ്ഞത്, തല തടവുക എന്നത് വാജിബാണെന്ന് പറയുവാനുള്ള പ്രമാണമെന്ത്? ഹദീസാണോ? അല്ല, ഖുർആനാണ്. ഖുർആനിൽ എത്രയെന്ന് പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. ഒറ്റ മിനിറ്റ് ചർച്ച കൂടെയാണ്. ഖുർആനിൽ എത്രയെന്ന് പറഞ്ഞിരിക്കണോ? ഇല്ല. സുന്നത്താണ് മുഴുവൻ തടവിൽ എന്നുള്ള വിഷയത്തിൽ ആർക്കും അഭിപ്രായവ്യത്യാസമില്ല. അവിടുത്തെ ഷാഫി മദ്ഹബിൽ അഭിപ്രായവ്യത്യാസമില്ല, ഹംബലി മദ്ഹബിൽ അഭിപ്രായവ്യത്യാസമില്ല, ഹനഫി മദ്ഹബിൽ അഭിപ്രായവ്യത്യാസമില്ല, ആർക്കും അഭിപ്രായവ്യത്യാസമില്ല. അപ്പൊ തല തടവണം എന്ന് പറഞ്ഞപ്പോൾ തല എന്ന് പറഞ്ഞാൽ എത്ര പെടും? അപ്പൊ നബി തടവിയിട്ടുള്ളത് മുഴുവനാണ്, ആർക്കും അഭിപ്രായവ്യത്യാസമില്ല. അപ്പോൾ ആ തടവി എന്ന് പറഞ്ഞത് വാജിബായ തടവലാണോ സുന്നത്തായ തടവലാണോ?
നബി തടവിയ തടവൽ വാജിബായ തടവലാണോ സുന്നത്തായ തടവലാണോ എന്നാണ്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു കർമ്മം ചെയ്യുമ്പോൾ സമ്പൂർണ്ണമായിട്ടാണ് ചെയ്യുക. വാജിബും അല്ല, സുന്നത്ത നബി സാധാരണ ഗതിയിൽ എടുക്കുക. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അതിൽ വാജിബുണ്ടോ സുന്നത്തുണ്ടോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കരിച്ചു, ഒറ്റ മിനിറ്റ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കരിച്ചു. ആ നിസ്കരിച്ച നിസ്കാരത്തിൽ ഇന്നത് വാജിബാണ്, ഇന്നത് സുന്നത്താണ്, ഇന്നത് എന്താണ് റുക്കുനാണെന്ന് ആരാ വേർതിരിച്ചെന്നത്? അല്ല, ഞാൻ ചോദിക്കേണ്ടതല്ല, അത് ആരെ വേർതിരിച്ചത് എന്നാണ്. ആണ് ആ സുന്നത്ത് എന്ന് പറഞ്ഞാൽ, അല്ലെ ആ സുന്നത്ത് എന്ന് പറയുമ്പോൾ അവിടെയാണ് ചർച്ച. ആ സുന്നത്ത് ആരാ നമുക്ക് പഠിപ്പിച്ചെന്നത് എന്ന് അല്ല, നിങ്ങൾക്കാരാ പഠിപ്പിച്ചെന്നത്? ഞാനതല്ല പറഞ്ഞത്. നിങ്ങൾക്കാരാ പഠിപ്പിച്ചതെന്ന് വെച്ചാൽ നിങ്ങളെ ഉസ്താദാ പഠിപ്പിച്ചെന്നത്. ആ പഠിപ്പിച്ചെന്ന ഉസ്താദ് പറഞ്ഞെന്ത്, ഒരു പ്രാവശ്യം തടവാൻ പാടുള്ളൂ, തടവിൻ്റെ ഇവൻ എന്താക്കണം, മുഴുവൻ തടവും വേണമെന്ന് പഠിപ്പിച്ചെന്നു. നിങ്ങളത് അങ്ങനെ തന്നെ വിശ്വസിച്ചു. അതല്ല അതിൻ്റെ സത്യം. കാരണം അതിന് പറഞ്ഞ തെളിവെന്താ, നബി അങ്ങനെയാണ് ചെയ്തത്, അതന്നെയാണ് അതിൻ്റെ ശരി, സംശയമൊന്നുമില്ല. എന്നാൽ ഖുർആനിൽ എന്ത് വന്നു, ഇങ്ങനെയാണ് വന്നത്. അങ്ങനെ വന്നപ്പോൾ ഇവിടെ എന്തിനൊരു ചർച്ചയ്ക്ക് എന്തുണ്ട്, വകുപ്പുണ്ട്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രവർത്തനങ്ങളെല്ലാം വാജിബിനെയാണ് അറിയിക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുടുങ്ങും. വാജിബിനെ അല്ലാതെ അറിയിക്കുന്ന കരീനത്തുകൾ ഉണ്ടോ എന്നുള്ള അടുത്ത ചർച്ചയാണ്. അങ്ങനത്തെ വിഷയങ്ങൾ ഉള്ളത് കൊണ്ടാണ്. അപ്പോൾ ഇതിൽ വേറൊരു വിഷയം വരിക എന്താ വെച്ചാൽ, അപ്പോൾ നിങ്ങളിപ്പോൾ അല്ല നമ്മൾ അവസാനിപ്പിക്കുകയാണ്. ഇനി രണ്ടാമത് ഇരുന്നാൽ നേരം വിളിക്കും. ഇപ്പോൾ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുജറദ് അമല് അല്ലെങ്കിൽ നബി ചെയ്തൊരു അമല് എന്നുള്ളത് അതിനെ സുന്നത്തായിട്ട് തന്നെ കാണാൻ പറ്റുമോ, വാജിബായി കാണേണ്ടതുണ്ടോ, അല്ല സുന്നത്തായേ കാണാൻ പറ്റുള്ളൂ എന്നതിനൊക്കെ എന്തുണ്ട്, മാനദണ്ഡങ്ങളുണ്ട്. ആ മാനദണ്ഡങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഈ ചർച്ചകൾ വന്നിട്ടുള്ളത്. ആർക്കും അഭിപ്രായ വ്യത്യാസമില്ല, മുഴുവനാണ് എന്താക്കേണ്ടത് തടവേണ്ടതെന്നുള്ളത്. അപ്പോൾ ഇതിൽ തന്നെ വേറെ ചർച്ച ഉണ്ട്. ആ ഒന്നും ശരിയാവില്ല നിങ്ങൾ പറഞ്ഞാൽ അങ്ങനെ ഒന്നും എടുത്താണ്ട് ഒരാളെ തുടർന്ന് നിങ്ങൾ സ്കരിച്ചാലോ? അങ്ങനെ ഇത് നിങ്ങളെ ഒരാളിമ തീരുന്ന വിഷയമല്ല, നിങ്ങളൊരാളിമ തീരുന്ന വിഷയമല്ല. മുസ്ലിം ഉമ്മത്ത് മൊത്തം എന്താണ് വിഷയമാണ്, നിസ്കരിച്ചിട്ട് ബാത്തിലാണെന്ന് പറയേണ്ടി വരും. അവിടെയാണ് ഈ പ്രശ്നമുള്ളത്. ഉമ്മത്തിൻ്റെ ആരും നിസ്കാരം ശരിയായിട്ടില്ല എന്ന് പറയേണ്ടി വരും. അവിടെയാണ് നമ്മൾ അവിടെ അങ്ങനെ തന്നെ മനസ്സിലാക്കുന്നത്. ചിലതൊക്കെ നമ്മൾ ഒറ്റൊരു 10 കൊണ്ട് കൊടുക്കുന്നതോട് കൂടി ഒരാൾ ഒരിക്കൽ ക്ലാസ് പറഞ്ഞെന്താ വെച്ചാൽ, ഒരു കുട്ടി ക്ലാസ് എടുത്ത് വന്ന്, ഞാൻ എൻ്റെ 70 കൊല്ലം ഞാൻ നിൽക്കാരം അവൻ ഒറ്റ ക്ലാസ് കൊണ്ട് ബാത്തിലാക്കി തന്നു ഉസ്താദ്, ഇഞ്ഞത്തെ കാട്ടുന്നതാണ്. അപ്പം എന്താ പറഞ്ഞത്, സംഭവം വേറൊന്നല്ല. അവന് ക്ലാസ് എടുത്താൽ പറഞ്ഞത് ഹദീസ് പറഞ്ഞു. ഹദീസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വളുവിൻ്റെ മുമ്പ് ബിസ്മി ചൊല്ലണം. ഹദീസുള്ളതാണ്. ബിസ്മി ചൊല്ലാത്ത വളുവിന് വളുവില്ല, വളുവില്ലാതെ നിസ്കരിച്ചവന് നിസ്കാരമില്ല എന്നാണ്. ഈ സാധു ഇതുവരെ ബിസ്മി ചെല്ലൽ വളുവിൽ സുന്നത്താണെന്നാണ് മനസ്സിലാക്കിയത്. അപ്പോൾ സുന്നത്തല്ല, അപ്പം ഇനിയിപ്പോൾ വലിയ ആചാരമൊന്നും ഇല്ല എന്നുള്ളതിലേക്ക് ബിസ്മി ചെല്ലാതെയാണ് ഉണ്ടാക്കൽ, വളു ഉണ്ടാക്കൽ. അപ്പോൾ ഇയാൾ ക്ലാസ് കഴിഞ്ഞപ്പോൾ വീണ്ടും ചോദിച്ചു, എന്ത് ഞാൻ ബിസ്മി ചെല്ലലില്ല, നിങ്ങളൊന്നും ശരിയല്ല, നിങ്ങളെക്കാരും ശരിയല്ല, അതരൊക്കെ കരിച്ചൊന്നും ശരിയായിട്ടില്ല, ഒറ്റയടിക്കണം പറഞ്ഞാണ്. ഈ ഹദീസ് സ്വഹീഹാണോ ലൈഫാണോ എന്നുള്ള വിഷയത്തിൽ പണ്ഡിതന്മാർക്ക് അഭിപ്രായ വ്യത്യാസമുണ്ട്, നിലനിൽക്കുന്നുണ്ട്. ബിസ്മി അല്ലെങ്കിൽ വാജിബും ഇല്ല, സുന്നത്തും ഇല്ല. കാരണം ഹദീസ് സ്വഹീഹല്ല. എന്നാൽ അത് സ്വഹീഹാണ് എന്ന് തെറ്റിദ്ധരിച്ച ആളുകൾ അത് വാജിബാണെന്ന് തന്നെ പറഞ്ഞിട്ടുണ്ട്. അയാൾ ഈ പറഞ്ഞ മദ്ഹബിന് പ്രശ്നമില്ലാന്ന്, ഏത് ഹദീസ് സഹീഹാണെന്ന് മനസ്സിലാക്കിയ ഒരാളെ പിൻപറ്റുന്ന ഒരാളാണ് കഴിഞ്ഞ്. കാരണം അയാൾക്ക് ഹദീസ് സഹീഹ ലൈഫ നോക്കാറില്ലല്ലോ. അയാൾ പഠിപ്പിച്ച ഉസ്താദ് എന്താക്കി ഇങ്ങനെ പറഞ്ഞതാണ്, അതുകൊണ്ട് മറ്റൊരു നിസ്കാരം ബാത്തിലാണെന്ന് പറയരുതെന്നേ പറഞ്ഞിട്ടുള്ളൂ. ഇയാൾ നിസ്കാരം അയാൾ പഠിച്ചത് വെച്ചുകൊണ്ട് സഹീഹാണ്, പഠിച്ചോൻ എന്താക്കൂല, അതിലാരും അവനോട് ചോദിക്കൂല. അത് സ്കെച്ച് ശരിയായിട്ടില്ല എന്ന് എന്താകാൻ പറ്റില്ല, ഫത്വ എടുക്കാൻ പറ്റില്ല എന്ന്. നമ്മൾ ചെയ്യുന്നത് പ്രമാണബദ്ധമാണെന്ന് നമ്മൾ ഉറപ്പിക്കുക. എന്നാൽ അഹ്ലു സുന്നയുടെ മദ്ഹബുകളുടെ കൂട്ടത്തിൽ ഇങ്ങനെ ഒരു അഭിപ്രായമുണ്ട്, ആ അഭിപ്രായമാണ് മറ്റാൾ എടുക്കേണ്ടത് എങ്കിലും ഓൻ്റെ അടുത്ത് പോയിട്ട് പറയാടാ, സുന്നത്ത് ഇതാണ്, ഞാൻ എടുക്കണ മാതിരി എടുക്കലാണ് ഏറ്റവും ശരി, ഇജത് വേണമെങ്കിൽ എടുത്തോ. അപ്പോൾ ഞാൻ എടുത്ത മാതിരി എടുത്താണ് നിസ്കാരം ശരിയാവില്ല എന്ന് വെച്ചാൽ ശരിയാവില്ല എന്ന് എന്താക്കണ്ട, അത് പറയണ്ട. കൂടുതൽ കൂടിയിട്ടാണ് ഞാൻ എടുത്ത മാതിരി എടുത്തോ, നമ്മളൊക്കെ തെളിവുള്ള നിങ്ങളൊക്കെ തെളിവില്ല എന്ന് എന്താക്കാം, വേണമെങ്കിൽ പറഞ്ഞിക്കാന്നല്ലാതെ
നമ്മളായിക്കൊണ്ട് ഒരാളുടെയും നിസ്കാരം ബാത്തിലാണ്, നോമ്പ് ബാത്തിലാണ്, ഹജ്ജ് ബാത്തിലാണെന്നൊന്നും എന്താക്കണ്ട, ഫത്വ കൊടുക്കാൻ പോകണ്ട. കാരണം സ്വഹീഹാണെന്ന് സ്ഥിരപ്പെട്ട കാര്യങ്ങൾ ബാത്തിലാണെന്ന് പറയണമെങ്കിൽ എന്തെന്നെ വേണം? പ്രമാണം വേണം. ഈ ഖിലാഫുകളെ നിലനിർത്തിയിട്ട് നമുക്ക് എന്താക്കാൻ പറ്റില്ല? ഒന്നും പറയാൻ പറ്റില്ല. ഈ അബഅദ് സുന്നത്ത് ഹൈഅത്ത് സുന്നത്ത് എന്ന് പറയേണ്ടതാണ്. ഇങ്ങപ്പുറത്തേക്ക് വരുമ്പോൾ റുക്കിനുകൾ വാജിബുകൾ എന്നൊക്കെയുള്ള നിലക്ക് വരുന്നുണ്ട്. അത് മദ്ഹബിലുള്ള മാറുമ്പോൾ ചർച്ചകൾ പദപ്രയോഗങ്ങളുടെ മാറ്റമാണ്. അതായത് ഐഹാത്ത് സുന്നത്ത് പറഞ്ഞാൽ വെറും സുന്നത്ത്. ഹംബലി മദ്ഹബിൽ വരുമ്പോൾ വെറും സുന്നത്തിനാണ് എന്താ പറയുക? ഐഹാത്ത് സുന്നത്ത് പറയുക. അബഅദ് സുന്നത്ത് എന്ന് പറയേണ്ടത് ഹംബലി മദ്ഹബിൽ വരുമ്പോൾ വാജിബാത്തുകൾ എന്ന് പറയും. മനസ്സിലായില്ലേ? സംഭവങ്ങളൊക്കെ ഒന്ന് തന്നെയാണ്. അങ്ങനെ ഓരോരുത്തരുടെ അടുത്തേക്ക് വരുമ്പോൾ എന്താവും? ഇതിൻ്റെ പേര് മാറുന്നു മാത്രം. അത് പഠിച്ചു വരുമ്പോൾ നമുക്ക് എന്താവും? കൂടുതൽ ബോധ്യമോ, അത്രയേ ഉള്ളൂ. അപ്പോൾ ഇതാണ് മദ്ഹബുകളെ കുറിച്ചും ഫിഖുകളെ കുറിച്ചൊക്കെ പറയുമ്പോൾ ഈ ഒരു മണിക്കൂറിൻ്റെ ഉള്ളിൽ നമുക്ക് മൊത്തം നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് മദ്ഹബുകൾ എന്ന് പറഞ്ഞാൽ, ഞാൻ ഇത്ര എന്ന് പറഞ്ഞിട്ടുള്ളൂ, മദ്ഹബുകൾ എന്ന് പറഞ്ഞാൽ ഖുർആനും സുന്നത്തും മനസ്സിലാക്കാനുള്ള വാതിലുകളാണ്. രണ്ടാമത്തത് ഈ പറഞ്ഞതുപോലെ തന്നെ ഖുർആനും അല്ല, ഇതിൽ എങ്ങനെയാണ് അഭിപ്രായ ഭിന്നതകൾ ഉണ്ടായതെന്ന് പറഞ്ഞു. മൂന്നാമത്തത് അഭിപ്രായ ഭിന്നതകൾ എന്ന് പറയുമ്പോൾ തന്നെ വൈവിധ്യങ്ങളും ഉണ്ടാകാം, വൈരുദ്ധ്യങ്ങളും ഉണ്ടാകാം. വൈവിധ്യങ്ങളായി കണ്ടുകൊണ്ട് ഓരോന്നും എടുക്കുക എന്നതാണ് എന്ത് കുറച്ചുകൂടി നല്ലത്. വൈരുദ്ധ്യങ്ങൾ വരുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും നമുക്ക് ഏറ്റവും കൂടുതൽ വിശ്വാസയോഗ്യനാണ് എന്ന് തോന്നുന്ന ഒരു പണ്ഡിതനെ സമീപിച്ച് അദ്ദേഹം ആ വിഷയത്തിൽ എന്താ അഭിപ്രായമാണ് പറയുന്നത് നോക്കിയിട്ട് അതിനനുസരിച്ച് എന്താക്കുക, മുന്നോട്ട് പോകുക എന്നുള്ളത് അതിൽ ചെയ്യാൻ കഴിയുള്ളൂ. അഹ്ലുസുന്നയുടെ മദ്ഹബുകളുടെ കൂട്ടത്തിൽ സ്ഥിരപ്പെട്ടു വന്ന ഇജ്തിഹാദി മസ്അലകളുടെ കൂട്ടത്തിൽ ഒരു നാട്ടിൽ സ്ഥിരപ്പെട്ട ഒരു കാര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ അത് പൊളിച്ചിട്ട് പുതിയതുണ്ടാക്കേണ്ട ആവശ്യം ഇല്ല. എങ്ങനെ? അല്ല, ഫത്വ ചോദിക്കുക എന്ന് പറഞ്ഞാലേ ആ ചോദ്യത്തിൽ തന്നെ മനസ്സിലാക്കേണ്ട, ഫത്വ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഹദീസ് സ്വഹീഹാണോ ലൈഫാണോ എന്നല്ല. ഫത്വ എന്ന് പറഞ്ഞാൽ ഒരു കാര്യം ഇപ്പോൾ പുതുതായി ഉണ്ടായി, മുൻഗാമികളായ പണ്ഡിതന്മാരാരും ആ കാര്യം ചർച്ച ചെയ്തിട്ടില്ല, ആ കാര്യത്തിന് മതവിധി കിട്ടേണ്ടതുമുണ്ട്, ആ മതവിധി തനിക്ക് അമലാക്കാനുള്ളതുമാണ്. അങ്ങനത്തെ കാര്യത്തിലെ ഫത്വ ചോദിച്ചാൽ പോലുള്ളൂ. അങ്ങനെ ഫത്വ ചോദിച്ചാൽ അതിന് ഹദീസും ഉണ്ടാവില്ല, ആയത്തുണ്ടാവില്ല. മൂപ്പരാണ് പറയുന്നത് നിങ്ങളെ ജയിൽ വാജിബാണ്. അതിനെന്താ ആയത്ത് ചോദിച്ചാൽ? ആയത്തുണ്ടായി കഴിഞ്ഞാൽ ഫത്വ ആവില്ല, പിന്നെ ഫത്വ ചോദിച്ചേണ്ട ആവശ്യമില്ല. അങ്ങനെ ഖുർആനിലുള്ള എടുത്താൽ മതി. ഇനി എങ്ങനെ? അതായത് ചെറുപ്പത്തിൽ തഖ്ലീദ് ചെയ്യേണ്ടി വരും. ആണ് നമ്മൾ 3ാം ക്ലാസ്സിലും 4ാം ക്ലാസ്സിലൊക്കെ പുസ്തകത്തിൽ എന്താണോ പഠിപ്പിച്ചതെന്ന് അതേ കുട്ടികൾ നിസ്കരിച്ചിലും മറ്റും ചൊല്ലുള്ളൂ. അതിൻ്റെ അങ്ങേപ്പുറത്ത് കോല് ഇജ്തിഹാദ് ചെയ്യൂല. അതേ സമയത്ത് ഒരു അറബി കോളേജിലൊക്കെ എത്തിക്കഴിഞ്ഞാൽ ഇജ്തിഹാദ് ചെയ്യണം എന്നല്ല, പഠിച്ചത് ഒന്നും കൂടി എന്താക്കണം, നോക്കണം. അവിടെയാണ് നമ്മളൊക്കെ പുസ്തകങ്ങൾ നമ്മുടെ മദ്രസകളിലൊക്കെ എഴുതുമ്പോൾ ഈ വിഷയങ്ങളിൽ സ്വീകരിക്കാവുന്ന അഹ്ലുസുന്നയുടെ നയങ്ങളുടെ കൂട്ടത്തിലെ ഏറ്റവും ശരിയായ നയങ്ങളാണ് എന്താക്കാറുള്ളത്, കുട്ടികളെ പഠിപ്പിക്കാറുള്ളത്. ആ സമയത്ത് പല ആളുകളും പല നിലക്കാരം പഠിച്ചു വന്നിട്ടുണ്ടാകുക. അതുകൊണ്ട് എന്താക്കേണ്ടി വരും ചിലപ്പോൾ ഒന്നും കൂടി. അതിനാണെന്ത് നമ്മൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിസ്കാരം എന്നൊക്കെ പറഞ്ഞിട്ട് വലിയ വലിയ പുസ്തകങ്ങളൊക്കെ ഉണ്ടാവും, ഒന്നെടുത്ത് നോക്കിയാൽ മതി. അപ്പോൾ 2, 3, 4 പ്രാർത്ഥനകൾ കാണും. മറ്റെന്താണെന്ന് വെച്ചാൽ ചെറിയ കുട്ടിക്ക് കിട്ടാൻ വേണ്ടി ഒരു ടിപ്പിക്കൽ ആയിട്ട് നിസ്കാരത്തിൽ കിട്ടേണ്ട ചെറിയ 1-2 പ്രാർത്ഥനകളും. കാരണം ഇത് 3ാം ക്ലാസ്സിൽ നമ്മൾ പഠിപ്പിച്ചു തുടങ്ങും. അവനക്ക് വജ്ജത്ത് മുഴുവൻ ഓതി കൊടുത്തു കഴിഞ്ഞാൽ എന്താവില്ല, പഠിയില്ല. അപ്പോൾ അവനക്ക് ചിലപ്പോൾ സുബ്ഹാനക്കല്ലാഹുമ്മ ബിഹംദിക ചൊല്ലി കൊടുത്തിട്ടുണ്ടാവുള്ളൂ. കാരണം ഓനെ കൊണ്ട് എന്താക്കണം, ഒറ്റ ശ്വാസത്തിൽ കാണാതെ പഠിയാൻ കഴിയണം. ഇതാണ് ആ വിഷയത്തിലൊക്കെ സ്വീകരിക്കാറുള്ളത്. അപ്പോൾ സാധാരണക്കാരായ ആളുകളെ സംബന്ധിച്ചിടത്തോളം തഖ്ലീദേ എന്താവുള്ളൂ, ആദ്യഘട്ടത്തിൽ നടക്കുള്ളൂ. പിന്നീട് പ്രമാണങ്ങൾ നോക്കി വായിച്ച് കണ്ടെത്തുന്ന അവസ്ഥയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അപ്പോൾ എന്താക്കേണ്ടി വരും, അവൻ ആ തഖ്ലീദ് എന്നുള്ളിടത്തുനിന്ന് വിട്ടിട്ട് പിന്നെ ഇത്തിബാ എന്നുള്ളിടത്തേക്കാണ് പിന്നെ അവൻ എത്തുക. ഇനി വലിയ മുജ്തഹിദൊക്കെ ആയി മാറണമെന്നുണ്ടെങ്കിൽ പിന്നെ ആരും എന്താക്കണ്ട, നോക്കേണ്ട ആവശ്യമില്ല. ജീവിക്കാൻ പറ്റുമോ വെച്ചാൽ അവൻ അങ്ങനത്തെ ആളാണെങ്കിൽ അവനക്ക് പറ്റും, അതിലത്രേ ഉള്ളൂ. അതിന് ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ പഠിച്ചാത്തവനൊന്ന് മണ്ടനാകാന്നുള്ളൊരു ക്വാളിറ്റി അല്ല. അങ്ങനെ എല്ലാവർക്കും ഈ ഒരു ചോദ്യത്തിൻ്റെ പരിപ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ചിലപ്പോൾ ഈ മുജാഹിദുകളുടെ ഇടയിലുള്ള ചർച്ചയിൽ ഇപ്പം നമുക്ക് മനസ്സിലായിക്കോണമെന്നുണ്ടാവില്ല. പ്രത്യേകിച്ചും കേരളത്തെ പോലെയുള്ള ഒരു സാഹചര്യത്തിൽ നമുക്ക് തീരെ മനസ്സിലാവില്ല. നിങ്ങളൊരു ഉത്തരേന്ത്യക്കോ അല്ലെങ്കിൽ കേരളത്തിൽ തന്നെ വിട്ടു നോക്കിയേനെ എന്താവില്ല. മതം എന്നൊക്കെ ഉള്ളതൊരു ബർക്കത്തിന് വേണ്ടി മാത്രം പഠിച്ചേ, അതിന് മാത്രം കഴിയണ, അതിന് കൂടുതൽ പഠിക്കാൻ അവസരം പോലും ഇല്ലാത്ത സ്ഥലങ്ങളുണ്ട്. അവസരം കൂടി വേണ്ടേ?
ജീവിത സാഹചര്യങ്ങളാണ് മനുഷ്യനെന്താക്കുന്നത്, അവസ്ഥകളിലേക്ക് എത്തിക്കുന്നത്. അതുകൊണ്ടാണ് എന്താണ് ഉലമാക്കൾ പറഞ്ഞത്, ഉലമാക്കളുടെ അടുത്ത് വരട്ടെ, പഠിക്കട്ടെ, പഠിക്കുന്ന സമയത്ത് അവരെന്താക്കട്ടെ, ആ പഠിച്ചതിനനുസരിച്ച് ഒരു ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ തയ്യാറാകുന്നുണ്ടെങ്കിൽ ഓർക്ക് ദീനിനോടുള്ള സ്നേഹം തന്നെയാണ്, അല്ല എന്തല്ല വേറൊന്നുമല്ല. അപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം പഠിക്കാനുള്ള അവസരങ്ങൾ നമ്മൾ ഉണ്ടാക്കി കൊടുക്കുക, പഠിക്കട്ടെ, എല്ലാവരും പഠിക്കട്ടെ. ആ സമയത്ത് ഓനക്ക് അവസരം ഉണ്ടോ ഇല്ല എന്നുള്ള ചർച്ചയല്ല, നമ്മൾ മാക്സിമം എന്താക്കുക, നമ്മൾ മുക്കല്ലിദീങ്ങളാകാതെ നോക്കുക. മറ്റവൻ്റെ കാര്യം ഓനും അള്ളയും തമ്മിലാകേണ്ടതാണ്. ഞാൻ മുക്കല്ലിദാകേണ്ടവനല്ല എന്ന് എനിക്കറിയാം. അത് നമ്മൾ ഓരോരുത്തരും എന്താക്കിയാൽ മതി, നമ്മളെ വിഷയത്തിൽ ആ തീരുമാനത്തേക്ക് എത്തിക്കഴിഞ്ഞാൽ തന്നെ വിഷയങ്ങൾ സമ്പൂർണ്ണമാകും. മറ്റവർക്ക് പറ്റുമോ ഇവർക്ക് പറ്റുമോ എന്നുള്ളത് ഇസ്തഫ്തി ഖൽബക് എന്നാണ് നബി സാധാരണ പറയും. ഞാൻ എന്നോട് ചോദിച്ചാൽ എനിക്കത് പറ്റുമോ എന്നുള്ളത് എന്നാണ്. അത് കഴിഞ്ഞിട്ടേ പിന്നെ എന്താക്കേണ്ടുള്ളൂ, വേറെയുള്ള ആളുകളെ കുറിച്ച് നമുക്ക് വേറെയുള്ള ആളുകളുടെ അടുത്ത് പോയിട്ട് ചോദിക്കേണ്ടതുള്ളൂ. ഹാദാ മാ അൽഹ അലി വല്ലാഹു അഅലം ബിസ്സവാബ്. സുബ്ഹാനക അല്ലാഹുമ്മ ബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. വസല്ലല്ലാഹു അലാ മുഹമ്മദ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.